السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الإخوان والأخوات، اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة، ولكم فيها ما تشتهي أنفسكم، ولكم فيها ما تدعون، نزلا من غفور رحيم. ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കുന്ന മുത്തഖീങ്ങളും മുഅ്മിനുകളും മുഅ്മിനത്തുകളുമായി ജീവിതം അവസാനിപ്പിക്കുന്നവരിൽ ഉൾപ്പെടാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമേ എന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുവഹിദുകളായി ജീവിച്ചു മരിച്ചു സ്വർഗം വരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധ റമദാനിൻ്റെ പകുതി കഴിഞ്ഞു. പകുതിയായി എന്ന് പറഞ്ഞാൽ നമ്മളും പകുതിയായി. ഈമാൻ പകുതിയായോ? അത് പരിശോധിക്കേണ്ടതാണ്. ഈ ജീവിതത്തിൽ നമ്മുടെ പദവി എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. കോടിക്കണക്കിന് മനുഷ്യരിൽ നിന്ന് ഒരു മുസ്ലിമായ നല്ല മനുഷ്യൻ്റെ നല്ല ഭാര്യയിൽ നിന്ന് നല്ല സന്താനമായി ജനിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളൊക്കെ. അതുകൊണ്ടാണ് നമ്മുടെ ഐഡന്റിറ്റിയിൽ മുസ്ലിം എന്ന് ചേർക്കപ്പെട്ടത്. അവിടുന്ന് വീണ്ടും ഒന്നുകൂടി അള്ളാഹു പ്യൂരിഫർ ചെയ്തിട്ട്
ഒരൽപ്പം ഈമാനുള്ളവരാക്കി തീർത്തു. അപ്പം മുഅ്മിൻ എന്ന വിളിപ്പേരും നമുക്ക് കിട്ടി. ജീവിതത്തിൽ അല്ലറ ചില്ലറ പാകപ്പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും സൂക്ഷ്മതാബോധം കാണിക്കേണ്ടയിടത്ത് കാണിക്കുന്നവരായതുകൊണ്ട് നമ്മൾ മുത്തഖീകളായി തീർന്നു. ഉള്ളത് വെടുപ്പും വൃത്തിയുമായി റബ്ബിന്റെ മുൻപിൽ സമർപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് നമ്മൾ മുഖ്ലിസുകളായി മാറി. ഈ നമ്മോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയൊക്കെയോ ആയിക്കോ, മനുഷ്യന്റെ നിലയനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് തെറ്റും കുറ്റവും ഒക്കെ വന്നു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതകളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാനാണ് ഈ ഒരു അവസരം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരാൾക്ക് പരിശുദ്ധമായ റമദാൻ അത് എനിക്കും നിങ്ങൾക്കൊക്കെ കിട്ടിയതുപോലെ ഒരു 15 ദിവസം കിട്ടിയെങ്കിൽ അതിന്റെ വലിപ്പം എത്രയെന്നറിയോ? അള്ളാഹു നാളെ സ്വർഗത്തിലുള്ള ഒരാളെ ഉപമിച്ചുകൊണ്ട് പറയാ, നിനക്ക് ഭൂമിയിൽ ഇനി എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ എന്താവാനാണ് നീ ആഗ്രഹിക്കുന്നത്? റബ്ബേ, എനിക്ക് പരിശുദ്ധ റമദാനിൽ ഒരു ദിവസം ഹയാത്താക്കാനുള്ള തൗഫീഖ്. അപ്പൊ അതൊന്നും അറിയാൻ പറ്റും. നമ്മുടെ ഒരു 14 അല്ലെങ്കിൽ 16, 18 മണിക്കൂറൊക്കെ ഈ പരിശുദ്ധമായ റമദാനിൽ നാം ജലപാനം, ആഹാരം എന്നിവ മാറ്റിവെച്ച് റബ്ബിന് വേണ്ടി ഒരൽപ്പം ത്യാഗം ചെയ്യുന്നതിന്റെ വില. 2 റക്അത്ത് നിസ്കരിക്കാൻ സമയം ഉണ്ടായിരുന്നാൽ പോലും ക്ലോക്കിലേക്ക് നോക്കി 1.5 മിനിറ്റിലുള്ളൂ, 2 മിനിറ്റിലുള്ളൂ, 2.5 മിനിറ്റുള്ളൂ എന്ന് വിചാരിച്ച് അവിടെ ഇങ്ങനെ തട്ടിത്തടഞ്ഞ് ഒരച്ചു മാന്തി ചൊറിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ആ 2 റക്അത്തിന്റെ വില എത്രയെന്നറിയോ? ഖബറാളിയായ ബർസഖിൽ കിടക്കുന്ന ഒരാളോട് ചോദിക്കുകയാണ്, മനുഷ്യ, നിനക്കിനി ഭൂമിയിൽ തിരിച്ചു ചെന്നാൽ എന്ത് ഇബാദത്ത് ചെയ്യാനാണ് താല്പര്യം? അല്ലാഹുവേ, ഭൂമിയിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ. അത്ര വലിപ്പമുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് അല്ലാഹു നൽകിയ ഈ ഈമാൻ എന്ന പദവി ഉണ്ടല്ലോ, പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇവിടെ ഇങ്ങനെ സ്റ്റാറുകൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും, കൈകളിലുണ്ടാവും സ്റ്റാർ, അങ്ങനെ പല രൂപത്തിലുള്ള സ്റ്റാറുകൾ ഉണ്ടാവും. ഈ സ്റ്റാറുകളിലെ മെഗാ സ്റ്റാറാണ് മുഅ്മിൻ എന്ന ഞാനും നിങ്ങളുമൊക്കെ. അത് കൃത്യമായി മനസ്സിലാക്കുകയും ഈമാൻ കൂടുതൽ കൂടുതൽ പകുതിയാകുകയോ കുറഞ്ഞു പോവുകയോ അല്ല ചെയ്യേണ്ടത്, മറിച്ച് അതിങ്ങനെ വർദ്ധിച്ചു വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ 8-ാം അധ്യായം സൂറത്ത് അൻഫാൽ ഏകദേശം നമ്മൾ ഓതിയിട്ടുണ്ടാവും. എവിടെത്തി? എന്താ നമ്മുടെ കോത്തിന്റെ അവസ്ഥ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ അങ്ങോട്ട് വരാം. യഥാർത്ഥ മുഅ്മിനുകളാരാ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ الذين يقيمون الصلاة ومما رزقناهم ينفقون إنما المؤمنون വിശ്വാസികൾ മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ ഇദാ ദുകിറല്ലാഹ്, അല്ലാഹനെ പറ്റി പരാമർശിക്കപ്പെട്ടാൽ, പടച്ചോനെ പറ്റിയൊന്ന് പേര് പറയപ്പെട്ടാൽ, അല്ലാഹ് എന്നൊന്ന് കേട്ട് കഴിഞ്ഞാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം ഇങ്ങനെ വിറകൊള്ളും. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ ലക്ഷ്യദൃഷ്ടാന്തങ്ങളായ ഖുർആൻ ഒന്ന് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദതുഹും ഈമാനാ, ഈമാൻ ഇങ്ങനെ കൂടി കൂടി വരും, വർദ്ധിച്ചു വർദ്ധിച്ചു വരും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അവരുടെ റബ്ബിൽ തവക്കുൽ ചെയ്യുന്ന ആളുകളാ. ഇതാ തവക്കുല്. ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ വീട് പൂട്ടിയിട്ട് താക്കോലിട്ട് വന്നതാ, വണ്ടി പൂട്ടിയിട്ട് താക്കോലിട്ട് വന്നത്. എത്ര നീളുണ്ട് താക്കോല്, എന്നാലും പേടിയാ, പടച്ചോലിഞ്ഞ് പിൻഭാഗത്ത് കൂടെ വല്ല കള്ളന് കയറുമോ. ഈ താക്കോലല്ല, മറിച്ച് ഞാനും നിങ്ങളൊക്കെ ഇന്ന് 15 നാളെ എത്രയാ? നാളെ 16. മറ്റന്നാ എത്രയാ? 17. എന്താ റമദാൻ 17ന്റെ പ്രത്യേകത? പോത്ത് ചന്തയിലുണ്ടോ നോക്കുക, ഏറ്റവും വലിയ പോത്ത്. ചെമ്പ് കിട്ടുമോ നോക്കുക, വലിയ ചെമ്പ്.
വെക്ക് തന്നെ വെക്കുക, തിന്നെ തിന്നുക. ബദരീങ്ങളിലാണ്ട്. ആ ബദരീകൾ ഓർക്കണം. അങ്ങനെ ബദരീകൾ എന്ന് പറഞ്ഞ് കുത്തിരുന്നാ പോരാ. എവിടെ എത്തി മുസ്ലിം ഉമ്മത്തും? ഒരു കാലത്തൊക്കെ ഉണ്ടായിരുന്നു അതിലെ ദാഹം മൗത്തത് കുട്ടിടും, ഇബ്ലീസ് കൂശിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ. മരിക്കുന്ന നേരത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നല്ല പൂതി. അങ്ങനെയാ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആരുടെ തുണയാ വേണ്ടത്? ബദരീകളുടെ തുണ. ബദരീകളുടെ തുണയല്ല വേണ്ട, ബദരീകളുടെ ആയുധം വേണം നമ്മുടെ അടുത്ത്. എന്തായിരുന്നു ബദരീങ്ങളുടെ ആയുധം? ഒന്നാമത്തെ ആയുധം ഇതാ, തവക്കുലുണ്ടായിരുന്നു. കണ്ണിന്റെ മുമ്പില് അങ്ങനെ പോയി നിന്നപ്പോ ചോദിച്ചിരുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഈ ചെളി കുത്തി നിൽക്കുന്ന ഈ ചരിവിലാ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇത് അള്ളാന്റെ കൽപ്പനയാ? എന്നാ ശരി, ഇവിടെ നിന്നോളാം. മഴ പെയ്തപ്പോഴാണ് മനസ്സിലായത് ആ തവക്കുലിന്റെ ബലം എത്രയെന്നുള്ളത്. ചെളി മുഴുവൻ വന്നിട്ട് സുഖമായിട്ട് ഒട്ടകത്തിനറുത്ത് കള്ളും കുടിച്ച് ആടിപ്പാടിയിരുന്ന മക്കാ മുശ്രിക്കുകൾ പിന്നെ ചാടി കളിക്കുന്ന ചെളിയിലായിപ്പോയി. അതാ വിശ്വാസികൾക്ക് പടച്ചോൻ നൽകുന്ന നസ്ർ, സഹായം. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ നസ്ർ ഇങ്ങനെ പെയ്തിറങ്ങും. പരിശുദ്ധമായ റമദാൻ വന്നപ്പോ നമ്മളൊന്നും വെള്ളം കുടിച്ചതിന് കണക്കുണ്ടായിരുന്നില്ല, ചൂടെടുത്തതിന് കണക്കുണ്ടായിരുന്നില്ല. ഇതാ പടച്ചോൻ ചെറിയ ചെറിയ മഴ ബദറിൽ തന്നതുപോലെ വിശ്വാസികൾക്ക് ഇന്നും തരും, എന്നും തരും. വിശ്വാസികളാകണം. ഒട്ടിയ വയറും പൊട്ടിയ വാളും കീറിയ തുണിയുമായിട്ട് ബദറിലേക്ക് ചെന്നപ്പോ അവരിങ്ങനെ നോക്കുമ്പോ കാണുന്നെന്തറിയോ? 1:3, ഒരാൾക്ക് 3 എന്ന അനുപാതത്തിൽ 900-ലധികം ആളുകൾ. അവരെ തോൽപ്പിച്ചു കളഞ്ഞു ബദർ. ചരിത്രമായി മാറി ബദർ. എന്താ കാരണം? ഒന്ന്, അവരുടെ ആയുധം തവക്കുലായിരുന്നു. രണ്ടോ, അവരുടെ ആയുധം തൗഹീദായിരുന്നു. ആ തൗഹീദ് കെട്ടിപ്പടുത്ത ആളുകളാണ്, മുവഹിദുകളായ ആളുകളാണ് ബദരീകള്. അവരെ പാടിപ്പുകഴ്ത്തുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ട് നടന്ന് അവരുടെ ആദർശമുണ്ടല്ലോ അത് മരിക്കുന്നത് വരെയും സൂക്ഷിക്കാൻ കഴിയുകയും മരിക്കുന്ന സമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ബദരീങ്ങളുടെ മാർഗത്തിൽ ജീവിക്കുന്നവരായി തീരുക. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. الذين يقيمون الصلاة ومما رزقناهم ينفقون. മാത്രവുമല്ല അവർ നമസ്കാരം വളരെ കൃത്യമായി നിലനിർത്തുന്ന ആളുകളാ. ومما رزقناهم ينفقون. അല്ലാഹു അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചിലവാക്കുന്ന ആളുകളാ. ഇന്നിപ്പോ ആരെങ്കിലുമൊക്കെ ചിലപ്പോ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടാവും സ്വതക്ക കൊടുക്കുന്നതിന്റെ അവസ്ഥ. നേരത്തെ ഇബ്രാഹിംക്ക് പറയുകയുണ്ടായി, ISM നടപ്പിലാക്കുന്ന ഒരു ബൃഹത്ത് പരിപാടിയുണ്ട്. വൈറ്റ് ഷർട്ട് പീസ്. നമുക്കൊക്കെ പെരുന്നാളിന് കുപ്പായ എടുത്തില്ലേ? കുപ്പായ എടുക്കാത്ത ആരെങ്കിലും ഒന്ന് കൈബന്ധിച്ച, ഷർട്ട് എടുക്കാത്ത, ഇനിയും ഒരു ഷർട്ട് എടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും റെഡിയായില്ലേ? ഇല്ലേ? എല്ലാവരും എടുത്തോ? എന്തൊരു ഉത്സാഹം, എന്തൊരു ആവേശമാണ് സഹോദരന്മാരുണ്ടെങ്കിൽ. ഇനി ഇല്ലെങ്കിലും ശരി, ഒരു വൈറ്റ് പീസ് ഷർട്ടിന്റെ വില ഇന്ന് 700 രൂപയാണ് മാർക്കറ്റ് അവർ കണക്കാക്കിയിട്ടുള്ളത്. അത് കൊടുത്താൽ ഈ കേരളത്തിന്റെ മുക്കുമൂലയിൽ വലയെറിയാൻ പോയിട്ടൊരു പരല് കിട്ടാതെ തിരിച്ചു വരുമ്പോ ആ ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കരയുന്ന പിഞ്ചുമക്കളുള്ള നാടാണ് നമ്മുടേത്. ഉമ്മ നേരം വെളുത്ത് വൈകുന്നേരം വരെ അന്യന്റെ വീട്ടിലെ അടുക്കളയിൽ പാത്രം കഴുകി വരുമ്പോ ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ പഴയത് പാത്രത്തിലാക്കി വരുമ്പോ കൊണ്ടുവന്ന് തന്നാൽ അത് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുന്ന മക്കളുള്ള അനാഥ മക്കളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു നേരം ഡയാലിസിസ് ചെയ്യാൻ ആരെങ്കിലും സഹായിച്ചെങ്കിലോ എന്ന് വിചാരിക്കുന്ന രോഗികളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. മൂത്രമൊഴിക്കാൻ തടസ്സമുണ്ടായിട്ട് അതിന് ട്യൂബ് ഇട്ടിട്ട് അതൊന്ന് നീക്കം ചെയ്യാൻ പോലും പ്രയാസപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ആളുകളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. 2 കാലും മുറിച്ചു കളഞ്ഞിട്ട് അതുകൊണ്ട് നടക്കാൻ കഴിയാതെ അതൊന്നുന്താൻ വേണ്ടി വീൽചെയർ കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ 700 രൂപ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരാളുടെ ഒരു കുടുംബത്തിലാണ് എത്തിപ്പെടുന്നത് എങ്കിൽ അൽഹംദുലില്ലാഹ്, പടച്ചോനെ ഇത് കൊടുത്തയച്ച, ഇതിനു വേണ്ടി പരിശ്രമിച്ച ആളുകൾക്ക് നീ എല്ലാ രൂപത്തിലുള്ള ബറക്കത്ത് നൽകണേ എന്ന് പറയുമ്പോൾ അക്കൂട്ടത്തിൽ നമ്മുടെ 700 രൂപ ഉണ്ടാകണം. ഞാനൊന്ന് വാങ്ങിയല്ലോ, ശരിയാണ്, സമ്മതിച്ചു, നിങ്ങളെ കുറ്റപ്പെടുന്നില്ല. ബലിപെരുന്നാളൊന്നും കൂടി വാങ്ങണ്ടേ? അത് 32 വാങ്ങിക്കോ.
ബലി പെരുന്നാളൊന്നും വാങ്ങണ്ടേ, അതിപ്പോ തന്നെ വായിക്കോ. ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ ഇബ്രാഹിം ഖാനെ അല്ലെങ്കിൽ ലത്തീഫ് ഫാറൂഖിനെ കണ്ടിട്ട് ഇന്റെ 700 റുപ്യ നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട്, ഒന്നും തരാനല്ല, ഞാൻ മറ്റന്നാ തരാം. ഒരിക്കലല്ലേ സഹോദരന്മാരെ? റെഡിയല്ലേ? നിങ്ങളൊന്നും നീയത്ത് ചെയ്യും, ഉറപ്പിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അതിൽ ബറക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് ഈ ISM എന്ന സംവിധാനത്തിന് ചെയ്യാൻ കഴിയുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നല്ല ഒരു ഊർജം നമ്മുടെ ഈ ഓട്ടുപാറയിൽ നിന്നുണ്ടാവും. ഓട്ടുപാറ എന്ന ചില്ലറക്കാരൊന്നുമില്ല. തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ പള്ളിയുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് നമ്മുടെ ഔദാര്യം കാണിക്കണ്ട. അള്ളാഹ് പറഞ്ഞതാ, ഞങ്ങളെ കുറ്റപ്പെടുത്താൻ പറഞ്ഞില്ല. വമിമ്മാ റസഖ്നാഹും, നിങ്ങൾക്ക് ജോലി നൽകിയില്ലേ? ജോലി കിട്ടിയില്ലേ? ആരെയും റെക്കമെൻഡേഷൻ ഇല്ലാതെ ശമ്പളം വാങ്ങിയില്ലേ? 10-15 കൊല്ലക്കാലം ഇപ്പൊ പെൻഷൻ പറ്റുന്നില്ലേ? അതിന്റെ ഔദാര്യമാണ്. കൃഷി ചെയ്യുന്നില്ലേ? ഉണ്ട്. പാത്രക്കച്ചവടം ചെയ്യുന്നില്ലേ? ഉണ്ട്. നേരം വെളുത്ത് വൈകുന്നേരം വരെ പെട്ടി ഓട്ടോയിൽ പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ 500 രൂപ കിട്ടുന്നില്ലേ? കിട്ടുന്നില്ലേ? ഉണ്ട്. എന്തുകൊണ്ടാ? എന്റെ ഔദാര്യ. നേരം വെളുത്ത് മാർക്കറ്റിൽ പോയിട്ട് ഒരു പെട്ടി ചാള വാങ്ങിക്കൊണ്ടുവന്ന് ഉച്ചവരെ നിലവിളിച്ച് അട്ടഹസിച്ചിട്ട് ആ പെട്ടിയിലെ മുഴുവൻ 25 കിലോ ചാളയും വിറ്റ് പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം പറ്റാൻ 500 രൂപ കിട്ടുന്നില്ലേ? ഉണ്ട്. അതെന്റെ ഔദാര്യമാണ്. അല്ല പറയാ, ഇങ്ങനെ തെങ്ങിൽ നിന്ന് കിട്ടുന്ന 10 തേങ്ങ, മാവിൽ നിന്ന് കിട്ടുന്ന 500 മാങ്ങ, കമുങ്ങിൽ നിന്ന് കിട്ടുന്ന 1000 അടക്ക, ഇങ്ങനെയുള്ളത് മുഴുവൻ എന്റെ ഔദാര്യമാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നിങ്ങൾക്ക് നാം ഉപജീവനത്തിന് നൽകിയതിൽ നിന്ന് നിങ്ങൾ ഇതാ ചെലവഴിക്കേണ്ടവരാ. അങ്ങനെ ചെലവഴിക്കുമ്പോഴാണ് മുഅ്മിനാവുക, അല്ലെങ്കിലോ പിശുക്കനായി മാറും. الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. ഇത്ര നേരം പറഞ്ഞത് മുഴുവൻ അല്ലാഹ് പറയാ എന്താണെന്നറിയോ? ആകെയുള്ള തുക ഉലൈകല്ലദീന, അവരാണ് ഉലൈകഹുമുൽ മുഅ്മിനൂന ഹഖൻ, യഥാർത്ഥത്തിൽ മുഅ്മിനുകൾ അവരാ. ലഹും ദറജാത്ത്, അവർക്ക് എന്തുണ്ട്? ദറജാത്ത്, പദവികളുണ്ട്. എവിടെയാ പദവികളുള്ളത്? ഇൻദ റബ്ബിഹിം. മുഖ്യമന്ത്രി വരിക, അടുത്തൊരു കസേര കിട്ടൂല, സ്വപ്നം കാണണ്ട. ജില്ലാ കളക്ടർ വരിക, പോലീസുകാർ തടി, അങ്ങോട്ട് കിടക്കണ്ട. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ലീഡർ വരിക, അടുക്കാൻ പറ്റൂല. ഒരു സെലിബ്രിറ്റി വരിക, നോക്കാനേ പറ്റുള്ളൂ, അടുക്കാൻ പറ്റൂല. എന്നാൽ ലോകത്തിന്റെ മുഴുവൻ ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ അരികിൽ പദവികൾ നൽകും. വമഗ്ഫിറത്തുൻ, പാപമോചനവും തരും. ഇത് അതിന് നൽകിയതാ. പാപങ്ങൾ പുറത്തു കിട്ടണം. ഈ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം കഴിയുമ്പോൾ അവനവന്റെ ജീവിതത്തിൽ ഒരു കൊല്ലക്കാലം വന്നിരുന്നത് മുഴുവൻ കഴുകിക്കളഞ്ഞ് അടുത്തൊരു കൊല്ലക്കാലം വരുമ്പോഴത്തേക്കുള്ള കോട്ടിംഗ് ആയിരിക്കണം ഈ പരിശുദ്ധമായ റമളാൻ. ഇനി ഒരു തിന്മകളും കടന്നു വരാൻ കഴിയാത്ത രൂപത്തിൽ പരിശുദ്ധമായ റമളാൻ നമ്മുടെ ഹൃദയത്തിന് ഒരു കോട്ട് ചെയ്യണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മഗ്ഫിറത്ത് കിട്ടുക, വരിസ്ഖുൻ കരീം, നല്ല വിശിഷ്ടമായ ഉപജീവനവും കിട്ടും. ഈ ഈമാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹലാവത്ത് നമുക്ക് വളരെ കൃത്യമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിനെന്ത് വേണം? ആദ്യമായി ഖുർആനുമായിട്ടൊരു ബന്ധം ഉണ്ടാകണം. നമ്മളെ ഖുർആനോത്ത് എത്രയാ? ഓരോരുത്തരോട് ചോദിച്ചാൽ പറയും, ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും അൽ കഹ്ഫ് ഓതും, പിന്നെ ഞായറാഴ്ച ഖുർആൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അതാ ബാഗിൽ എടുത്തിട്ട് വരും. എന്നും ദിനം പ്രതി ഓതുന്ന ആൾക്കാർ സഹോദരന്മാരെ ഓതാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും അതൊന്ന് തുറന്നു നോക്കിയിട്ട് അതിലേക്കൊന്ന് നോക്കാൻ ഒരു 10 മിനിറ്റ്, 24 മണിക്കൂറിൽ 10 മിനിറ്റ് അതിന് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ നമുക്കെതിരെ സാക്ഷി പറയും. നമ്മുടെ മുമ്പിൽ ഖുർആൻ നിൽക്കണ്ടേ? ഇമാമായിട്ട് ഖുർആൻ നിൽക്കണ്ടേ? ഇമാമില്ലാതെ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. ഖുർആൻ ഇമാമാണെന്നാ പറഞ്ഞത്. അത് എന്ത് വേണം? ഇമാമാകുന്ന ഖുർആൻ ഓടി വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുവോ? നമ്മുടെ ഇമാം നിൽക്കുന്നത് പോലെ ഇല്ല. ഖുർആൻ നമ്മുടെ മുൻപിൽ ഉണ്ടാകണം മരിക്കുന്നത് വരെ. നാളെ പരലോകത്തെത്തുമ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെതിരെ പറയുന്ന ഒരു പരാതിയുണ്ട്. പരിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 30-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്, വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. റബ്ബേ, ഇവരിങ്ങനെ ഒക്കെ ആയിത്തീരാനുള്ള കാരണം എന്താണെന്നറിയോ? ഖുർആനാണ് മാറ്റിവെച്ചതാണ്. അതിന്റെ അധ്യാപനങ്ങളിലാണ് മാറി നിന്നതാണ്. ഞായറാഴ്ച ഒരു ക്ലാസ് ഉണ്ട് പറഞ്ഞ് എന്തെല്ലാം തിരക്കുകളും ബുദ്ധിമുട്ടും പ്രയാസവും അവർക്കുണ്ട് എത്തിപ്പെടാൻ.
എത്തിപ്പെട്ടാൽ കിട്ടുന്നൊരു ബറക്കത്തുണ്ടല്ലോ, അതൊരു വല്ലാത്ത ഹെല്ലാണ്, പടച്ചോന്റെ ഓഹരിയാണ്. അത് പടച്ചോൻ തീരുമാനിച്ചവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഒരു വേള, ഒരു ആഴ്ചയിൽ ഒരു ക്ലാസ് നഷ്ടപ്പെട്ടു പോവോ, അതിന്റെ വേദന അറിയുന്ന ഒരു മനസ്സുണ്ടോ, ആ മനസ്സിന്റെ ഉടമയുടെ പേരാണ് ഈമാനുള്ളവൻ മുഅ്മിൻ എന്നുള്ളത്. നാളെ പരലോകത്ത് എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന പരിപാടി ഇതാണ്. ഇവർ ഈ ഖുർആനെ മാറ്റിവെച്ചു. പിന്നെ അവർ ഉപയോഗിച്ചത് എവിടെയാ? മരിച്ചോർത്തോതി, കത്തപ്പുരയിൽ ഓതി, വേറുള്ളോർത്തൊക്കെ ഓതി ഇങ്ങനെ വരുമ്പോ 36-ാമത്തെ സൂറത്ത്, അതാ സൂറത്ത് യാസീൻ, എല്ലാവർക്കും കാണാപ്പാടുണ്ടാവും. അതിന്റെ 70-ാമത്തെ ആയത്തിലെത്തുമ്പോ ഒന്നും കൂടെ ബ്രേക്കുമ്പോ കാല് വെക്കുക, ആക്സിലേറ്റർ മെല്ലെ പൊന്തിക്കുക. അല്ല പറയാ എന്താണ്? അറിയാത്ത മനുഷ്യന്മാരുണ്ടോ? ഇത് ആർക്കുള്ളതാ? ലിയുൻദിറ മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് നൽകാനാണ്, ജീവൻ നൽകാനാണ്, അവർക്ക് ഈമാൻ വർദ്ധിപ്പിക്കാനാണ്. അങ്ങനെ വർദ്ധിപ്പിച്ചു കിട്ടുന്ന ഈമാനുമായി ജീവിക്കുന്ന ആളുകൾക്ക് അതിന്റെ മാധുര്യം, ഹലാവത്ത്, കൃത്യമായ രൂപത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിനെ റബ്ബായി ഇഷ്ടപ്പെട്ടവൻ, അവന് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയും. ഒന്ന്, റബ്ബിനെ ഇഷ്ടപ്പെടുക, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഇലാഹായിട്ട് അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അവനെ പേടിക്കുന്നത് പോലെ പേടിക്കാൻ വേറെ ആരുമില്ല. അവനോട് ഭക്തി കാണിക്കുന്നത് പോലെ കാണിക്കാൻ മറ്റാരുമില്ല. അമ്പിയാക്കളില്ല, ഔലിയാക്കളില്ല, മുർസലുകളില്ല, ജിന്നില്ല, ഇൻസില്ല, ഹയ്യില്ല, ഖാദിറില്ല, ഒരു രൂപത്തിലും ഉള്ളതില്ല. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. അല്ലാഹ് കേൾക്കുന്നത് പോലെ കേൾക്കാൻ ഒരാൾക്കും കഴിയില്ല. അല്ലാഹ് കാണുന്നത് പോലെ, അല്ലാഹ് സഹായിക്കുന്നത് പോലെ സഹായിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വിശ്വാസികളായ ഞാനും നിങ്ങളുമൊക്കെ ആവർത്തിച്ച് ആ പ്രതിജ്ഞ അങ്ങനെ പടച്ചോനോട് പറയുന്നത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഒരു മുഅ്മിന് സംശയം ഉണ്ടാവൂല കേട്ടോ. ഒരു മുഅ്മിന് അതൊരു വിശദീകരണത്തിന് ആവശ്യമില്ല. ഇയ്യാക നഅ്ബുദു, ഞങ്ങൾ റബ്ബേ നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു. ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. ഏതെല്ലാം സഹായം? ഒരു ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ ആ ചെരുപ്പിന്റെ വാറ്, അങ്ങനത്തെ ഒന്നും സംവിധാനം പോലും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ആ ചെരുപ്പിന്റെ വാറ് കിട്ടാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ആ ചെരുപ്പിന്റെ വാറ് കിട്ടാൻ നിങ്ങൾ അല്ലാഹുവിനോട് തേടണേ. സഹായമാണ്. ഒരു മുട്ടുസൂചിക്ക് വേണ്ടി പടച്ചോന്റെ ഒരു മുട്ടുസൂചി ഇതായോ എന്ന് പറഞ്ഞാൽ അല്ല ഇങ്ങനെ മാനത്തുനിന്ന് മുട്ടുസൂചി ഇങ്ങനെ പാക്കറ്റിലാക്കി താഴത്തേക്ക് ഇറക്കി തരുന്നല്ല പറഞ്ഞത്. മറിച്ചത് വാങ്ങാൻ ഒരു 50 പൈസ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 5 രൂപ ഉള്ളൂ. ആ 5 രൂപ കിട്ടാനുള്ള ബറക്കത്ത് എവിടെ നിന്ന് കിട്ടണം? അല്ല തരണം. അല്ല തന്നില്ലെങ്കിൽ പിന്നെ ഒരാൾക്കും തരാൻ കഴിയില്ല. അല്ല സഹായിക്കുന്നത് പോലെ സഹായിക്കാൻ കഴിയില്ല. അള്ളാഹുവിന് പരിധിയില്ല, പരിമിതിയില്ല. മറ്റുള്ളവർക്ക് പരിധിയും പരിമിതിയുണ്ട്. ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് സഹായം തേടാൻ പറ്റുക. ഉദാഹരണമായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഡ്രൈവറുണ്ട് വിചാരിച്ചു, എടാ ഒന്ന് ഓട്ടുപാറയിൽ നിന്ന് വടക്കാഞ്ചേരി പോകേണ്ടതുണ്ട്, ഒന്ന് വണ്ടി എടുത്ത് വന്നേ. ആ വണ്ടി എടുത്ത് വന്നു, അവിടെ കൊണ്ടുപോയി ആക്കി തിരിച്ചുകൊണ്ട് പോന്നു. ഇയാളൊരു 5 കൊല്ലം കഴിഞ്ഞ് മരിച്ചുപോയി. എന്നിട്ട് ഇയാളെ വീട്ടിൽ പോയിട്ട് എടാ ഒന്ന് അവിടെ കൊണ്ടാക്കിത്താന്ന് പറഞ്ഞാലോ ബുദ്ധിയുള്ള സമ്മതിക്കോ? അയാൾ മരിച്ചുപോയി. അപ്പൊ അയാൾക്ക് പരിധി, അയാൾ ജീവനുള്ള സമയത്ത് കൊണ്ടുപോയിരുന്നു, അയാൾക്ക് കഴിഞ്ഞിരുന്നു, അയാൾ പ്രസൻസിൽ ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ മരിച്ചപ്പോഴോ? അപ്പൊ മരിച്ചുപോയ ആൾക്കാരോട് തേടാൻ പാടില്ല, കണ്ണിൽ കാണാത്തവരോട് നേടാൻ പാടില്ല, അദൃശ്യമായ ആളുകളോട് നേടാൻ പാടില്ല, അഭൗതികമായ ആൾക്കാരോട് നേടാൻ പാടില്ല. ഇനി ഭൗതികമാണെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ പോലെ പരിധിക്കുള്ളിൽ ചില സ്ഥലകാല കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടല്ലാതെ എന്നൊക്കെ നമ്മൾ വിശദീകരിക്കാൻ നിൽക്കേണ്ട ഒറ്റ വാക്കിൽ അവസാനിച്ചു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് മൻ റളിയ ബില്ലാഹി റബ്ബൻ, എന്റെ അല്ലാഹു റബ്ബാണ് എന്ന് തൃപ്തിപ്പെടുക. എന്തേ അള്ളയും റബ്ബും തമ്മിലുള്ള വ്യത്യാസം? ഒരു വലിയ വ്യത്യാസമാണ്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ആരാധനക്കാർ അർഹൻ, എല്ലാവിധ രൂപത്തിലുള്ള അർഹതയും ഉള്ളത് അവന് മാത്രമാണ്. അല്ലാഹു. റബ്ബ് പടിപടിയായി സംരക്ഷിക്കുന്നവൻ, ഘട്ടം ഘട്ടമായി സംരക്ഷിക്കുന്നവൻ, ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് ആവശ്യം കണ്ടറിഞ്ഞ് സഹായിക്കുന്നവൻ. പറഞ്ഞ മനസ്സിലായോ?
ആവശ്യമുള്ള സമയത്ത് ആവശ്യം കണ്ടറിഞ്ഞ് സഹായിക്കുന്നവൻ. നമ്മൾ ഏകദേശം 9 ചില്ലാനം മാസം ഉമ്മാന്റെ ഗർഭാശയത്തിലായിരുന്നു. അന്ന് നമുക്ക് പലതും ആവശ്യമുണ്ടായിരുന്നില്ല. പുറത്തേക്ക് വന്നപ്പോൾ പലതും ആവശ്യമുണ്ടായി. ജനിച്ച ഉടനെ നമുക്ക് ഈ കാണുന്ന വായിലുള്ള മുഴുവൻ പല്ലും ആവശ്യമുണ്ടായിരുന്നില്ല, കുറച്ച് പല്ലേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഘട്ടം ഘട്ടമായി തന്നു. എഴുന്നേറ്റ് നടക്കാൻ കാലുണ്ടായിരുന്നു, പക്ഷേ അത് പിന്നീടാണ് പ്രവർത്തിക്കേണ്ടി വന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു വസ്തുവിന് ആ തർബീയത്ത് അല്ലെങ്കിൽ റബ്ബിയ എന്ന് പറയുന്ന അവസ്ഥ ഘട്ടം ഘട്ടമായി വളരാൻ, ഉയരാൻ, മികച്ചു നിൽക്കാൻ ആവശ്യമായത് നൽകുന്നവന്റെ പേരാണ് റബ്ബ് എന്നുള്ളത്. പടിപടിയായി സംരക്ഷിക്കുന്നവൻ, ആ സംരക്ഷകനായ അള്ളാഹു ആരാധനക്കർഹൻ അവൻ മാത്രമാണ് എന്ന് കൃത്യമായി മനസ്സിലങ്ങോട്ട് പതിപ്പിക്കുന്ന ഒരാൾ, മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായിട്ട് അംഗീകരിക്കുന്ന, തൃപ്തിപ്പെടുന്ന ഒരാൾ. ഞാൻ കുടുങ്ങിപ്പോയല്ലോ. നമ്മൾ വജ്ഹത്ത് പറഞ്ഞില്ലേ, വജ്ഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ലേ? ഇതിന്റെ പകുതി വേറെ ഉണ്ട് കേട്ടോ. അതിന്റെ പകുതി ബാക്കി വേറെ ഹദീസിൽ കാണാൻ പറ്റും. അവിടെയൊക്കെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഈ മുസ്ലിമിൽ പെട്ടവനാണെന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാന ബോധമുണ്ട്, ഞാൻ മുസ്ലിമാണ്. ഇല്ലെങ്കിലോ നമുക്കിന്ന് പടച്ചമ്പുരാൻ നൽകിയ സമ്പത്ത് വെച്ച്, സൗകര്യങ്ങൾ വെച്ച് നമുക്കിവിടെ വന്നിരിക്കാനുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ മറ്റിതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള പലതും ചെയ്യാനുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളും സാമ്പത്തികമായ അവസ്ഥയുണ്ട്. പക്ഷെ അതിന്നൊക്കെ പടച്ചോൻ രക്ഷിച്ച് കാത്ത് സൂക്ഷിച്ച് ധാർമ്മികമായ അടിത്തറയിൽ കൊണ്ടുവരാൻ നമുക്ക് പ്ലാറ്റ്ഫോം ഒരുക്കി തന്നത് ഈ ഇസ്ലാമാണ്. ആ ഇസ്ലാം ആയതുകൊണ്ട്, മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെ പോലെ ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവരെ പോലെ ചിന്തിക്കാൻ പറ്റില്ല. അവരൊക്കെ ചെയ്യുന്നില്ലേ, അവർക്കൊക്കെ ചെയ്യാം. ഞാനെന്തങ്ങനെ ചെയ്യാത്തത്? ഞാനെന്തങ്ങനെ പറയാത്തത്? ഞാനങ്ങനെ പറയാൻ പാടില്ലാത്തത് ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ്. എൻ്റെ ദീന് ഇസ്ലാം ആയതുകൊണ്ടാണ്. എൻ്റെ മുഴുവൻ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് പഠിപ്പിച്ചു തന്നത് ഈ ഇസ്ലാം ദീനിലൂടെയാണ്. ആ ഇസ്ലാം ദീൻ ഞാൻ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാനിതാ അഭിമാന ബോധത്തോടു കൂടി പറയുകയാണ്, വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദർ റസൂലാ. മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായും തൃപ്തിപ്പെടുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഈമാനിന്റെ മാധുര്യം അങ്ങനെ അനുഭവിക്കാൻ പറ്റും. ഒരു കരിമ്പിന്റെ ചണ്ടി ചവച്ചിറക്കുന്നത് പോലെ അത് എളുപ്പം മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഉദാഹരണമാണ്. കരിമ്പാണ്ടിട്ട് വായിൽ ചവച്ചാൽ ആദ്യം ചിലപ്പോൾ നാവ് പൊട്ടും, ചുണ്ട് പൊട്ടും. കാരണം അതിൻ്റെ പുറത്തുള്ള തണ്ട അത്രക്ക് ബലം ഉണ്ടാവും. അങ്ങനെ ചവച്ച് പാകപ്പെട്ട് വായിലിങ്ങനെ എത്തിയാലായിരിക്കും മധുരം മെല്ലെ മെല്ലെ ഇങ്ങനെ കിനിഞ്ഞ് ഇറങ്ങുക. ഇതുപോലെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഈമാൻ എന്ന് പറഞ്ഞാൽ ലഹു അസ്റാറുൻ അജബിയ്യ, അത്ഭുതകരമായ രഹസ്യമുണ്ട് ഇസ്ലാമിന് എന്നുള്ള ഈമാനോട് കൂടിയാണെങ്കിൽ. ഹലാവത്തുണ്ട്, അതിന് വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട്, രുചിയുണ്ട്. ഒരു മാധുര്യമുണ്ട്. അത് അനുഭവിക്കുന്നതാകട്ടെ ഹൃദയങ്ങളിൽ കൂടിയാണ്. പ്രത്യക്ഷത്തിൽ പുറമെ ഇങ്ങനെ അത് കാണില്ല, മറിച്ച് അത് കാണുന്നത് അന്തരാളങ്ങളിലാണ്. അതുകൊണ്ടാണ് അബീ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു വാചകം നമ്മൾ ഇങ്ങനെ പലപ്പോഴും ചൊല്ലാറുള്ളത്, മൻ ഖാല റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദർ റസൂലാ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അള്ളാഹുവിനെ ഞാൻ റബ്ബായി തൃപ്തിപ്പെട്ടു, ഇസ്ലാമിനെ ദീനായി അംഗീകരിച്ചു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ റസൂലായി അംഗീകരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ എന്താ ഉണ്ടാവുക? വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം ഉറപ്പായി. പറഞ്ഞാൽ മാത്രം ഉറപ്പാവോ? ഇല്ല, ജീവിതം കൊണ്ട് തെളിയിക്കണം. വെറുങ്ങനെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ദിക്ർ മാത്രമല്ല അത്, മറിച്ച് ജീവിക്കാനുള്ളൊരു മോട്ടിവേഷനാണ്. നേരം വെളുക്കുമ്പോൾ, വൈകുന്നേരം ആകുമ്പോൾ അതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, ഈ ഇസ്ലാം ദീനിൽ ജീവിക്കേണ്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചു തന്ന സുന്നത്തുകൾ അനുധാവനം ചെയ്തുകൊണ്ട് ഭൂമിയിൽ ജീവിക്കേണ്ടവനാണ് എന്ന ആ ഒരു ചിന്ത വരുന്നതോടുകൂടി തന്നെ മനുഷ്യന്റെ ജീവിതത്തിനൊരു പ്രത്യേകമായ അടുക്കും ചിട്ടയും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ അതനുസരിച്ച് ജീവിച്ചാൽ നമുക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ കുടുംബത്തോടു കൂടി സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ സൂറത്ത് തൂറിലെ 52-ാമത്തെ അധ്യായം സൂറത്ത് തൂറിലെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ അല്ലദീന ആമനു വത്തബഅത്ഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖനാ ബിഹിം ദുർരിയ്യതുഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈഅ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീന. ഒരാൾ വിശ്വാസിയാകുകയും അയാളുടെ ഭാര്യയെയും മക്കളെയും കുടുംബത്തെയും ഒക്കെ ആ ഒരു വിശ്വാസത്തിൽ അനിശ്ചിതമായി ജീവിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്താൽ അതിനാണ് രക്ഷിതാവ് എന്ന് പറയാ. തിന്നാൻ കൊടുക്കുന്നതിന് രക്ഷിതാവ് എന്ന് പറയില്ല. നമ്മളൊക്കെ പലപ്പോഴും പറയാറില്ലേ, മക്കള് വലിയ പ്രയാസാണ്. ഇങ്ങനെ വളർന്ന് വലുതുണ്ടായി വെള്ളമൊഴിച്ച് ചെടിയായി പിന്നെ അതിങ്ങനെ വളർന്ന് വലുതായതിനു ശേഷം ഒരു തണല് കിട്ടുന്ന വിചാരിച്ചാണ് വളർത്തിണ്ടാക്കുക. അവസാനം എന്താ ചെയ്യുക? ആ കൊമ്പൊന്നായിട്ട് ഒടിഞ്ഞു വീണിട്ട് തന്തയും തള്ളിയിട്ട് തലയിൽ വീണിട്ട് തന്തയും തള്ളിയും ചത്താണ് പോകും. ചിലപ്പോൾ ആധുനിക ലോകത്തെ മക്കള് തണലാകേണ്ടവർ തലയിൽ വീണ് ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. പേടിയാണ്. പേടിക്കൊന്നും വേണ്ട, നമ്മൾ പേടിക്കണ്ട. എന്താ കാരണം? അത് നമ്മുടെ രക്തത്തിൽ പിറന്ന മക്കളാണ്, നമ്മുടെ നാട്ടിൽ പിറന്ന മക്കളാണ്. നാളെ ഈ പള്ളിയുടെ മഹലിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അവരാണ്, ഈ പഞ്ചായത്ത് ഭരിക്കേണ്ടത് അവരാണ്, ഇവിടെയുള്ള മത രാഷ്ട്രീയ സാമൂഹിക മേഖലകൾ മുഴുവൻ കൈകാര്യം ചെയ്യേണ്ടത് അവരാണ്. അത് ഏതെങ്കിലും MDMAക്ക് വിട്ടുകൊടുത്തോ കഞ്ചാവിന് വിട്ടുകൊടുത്തിട്ടോ ജയിലിൽ പോയിട്ടോ ജീവിതം തുലക്കാനുള്ളതില്ല. അവരെ കൂടെ ചേർത്തിപ്പിടിക്കണം. ഈ ലഹരി എന്ന മാരകമായ വിപത്ത് ഇല്ലാതാകാൻ അവരെ ചേർത്തിപ്പിടിക്കണം. അവരുടെ മൂർധാവിലൊന്ന് ഉമ്മ കൊടുക്കാൻ മാതാപിതാക്കൾ തയ്യാറാകണം. പറഞ്ഞു മനസ്സിലായോ? നമ്മളൊക്കെ 13 വയസ്സായ പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിൽ ഉമ്മ ഒരു സ്കെയിൽ എടുത്തു, ഇതാ പഴയതുപോലെ മടിയിലെത്തിയും കളിപ്പിക്കരുത്, അടുത്തൊന്നും ഇരിക്കരുത്, ഓള് പ്രായപൂർത്തിയായിട്ടുണ്ട്, അനങ്ങാൻ പാടില്ല, ഇളകാൻ പാടില്ല, ഓൾക്ക് ഡിമാൻഡ്, ബാപ്പാക്ക് ഡിമാൻഡ്. ആ ഡിമാൻഡാണെന്ന് ആധുനിക ലോകത്തിലെ ശാപം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പോയി വരുമ്പോഴും ഫാത്തിമ ബീവിക്ക് ഒരു സമ്മാനം ഉണ്ടാവും. അതെന്താ? ഒരു വലിയ ഷവർമ, ഒരു ചെമ്പ് മന്തി, 2 കോഴി ചത്ത് ചീഞ്ഞ് ചുട്ട് ചമ്മന്തി അരച്ചിട്ട് അതിൻ്റെ മണവും ഗുണമൊക്കെ പോയിട്ട് ഇങ്ങനെ പള്ളിക്കാട് എന്നല്ല പറയാം, ചുടലക്കാട്ട് കൂടെ പോണ മാതിരിണ്ടാവും. ഒരു തലന്ന് മറുതല എത്തുമ്പോഴേക്ക് കരിഞ്ഞ മാംസത്തിൻ്റെ മണയും. ഇതാണ് നമ്മുടെ മക്കൾ തിന്നുന്നത്. അങ്ങനെ എന്തെങ്കിലും അല്ല, പിന്നെന്താ ഡ്രീം കേക്കോ? ഇപ്പം അതൊക്കെയാണ് വേണ്ടത്. എവിടെ പോയി വന്നാലും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകളായ ഫാത്തിമ ബീവിയുടെ മൂർധാവിലൊരു ഉമ്മ കൊടുക്കും. അത് കൊടുക്കാത്തോണ്ടാണ് കിട്ടുന്നിടത്തേക്ക് പറയണത്. ആരെ കുറ്റം പറയാ? ആരെ കുറ്റം പറയാ? ജനാലയുടെ വിജാഗിരി പോയി അത് ഇളക്കാൻ വന്ന ഒരുത്തൻ ആംഗ്യം കാണിച്ചു, ഈ സംവിധാനം എൻ്റെ അടുത്തുണ്ട് വായോന്ന് പറഞ്ഞ്, ബാപ്പാന്റെ അടുത്ത് കിട്ടൂല, അമ്മാന്റെ അടുത്ത് കിട്ടൂല, എന്നാ കിട്ടുന്നവന്റെ കൂടെ പോയി കളയാം. ആൺമക്കളായാലോ, ആൺമക്കൾ ഒരു 10-18 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ബാപ്പയായിട്ടും ഉമ്മയായിട്ടും യാതൊരു ബന്ധവുമില്ല. നമ്മൾ ഖുർആൻ പഠിക്കുന്ന ആൾക്കാരാണ്, ഖുർആൻ ഓതുന്ന ആൾക്കാരാണ്, ചരിത്രം പഠിച്ച ആൾക്കാരാണ്. 12-ാം അധ്യായം സൂറത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാപ്പയാരാം? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ കണ്ണ് കരഞ്ഞ് കാഴ്ച നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞത്. പിന്നെ എങ്ങനെയാ തിരിച്ചു കിട്ടി? ഏത് കണ്ണാശുപത്രിയിൽ പോയിട്ടാണ് തിരിച്ചു കിട്ടിയത്? ഖുർആൻ പറയാ ഒരു കണ്ണാശുപത്രിയും പോയില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്തയച്ചൊരു മരുന്ന്, അത് മുഖത്ത് തേച്ചോടുകൂടി രോഗം മാറി കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയതാ പറഞ്ഞത്. എന്തായിരുന്നു മരുന്ന്? അദ്ദേഹത്തെ കുപ്പായം. ആ മണം അടിച്ചപ്പോൾ മനസ്സിലായി ഇതെന്റെ മകന്റെ കുപ്പായാണെന്നുള്ളത്. നമുക്ക് മണത്ത് നോക്കി നമ്മുടെ മകന്റെ കുപ്പായം അറിയാൻ പറ്റുമോ? ഇല്ല. വായിൽ മണത്ത് നോക്കിയാൽ കള്ളും കഞ്ചാവൊക്കെ അടിച്ചിരുന്ന മുമ്പുണ്ടെങ്കിൽ അതൊക്കെ മാറി. മകന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് അവന്റെ സ്വഭാവം തിരിച്ചറിയാൻ പറ്റുമോ? അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് സ്വഭാവം തിരിച്ചറിയാൻ പറ്റുമോ? അവന്റെ നടത്തത്തിന്റെ സ്റ്റെപ്പ് നോക്കിയിട്ട് തിരിച്ചറിയാൻ പറ്റുമോ? അതാണ് രക്ഷിതാവ്. ഇല്ലെങ്കിലോ ഞാനാണ് തിന്നാൻ തരുന്നെങ്കിൽ ഞാൻ പറഞ്ഞോടത്തോണ്ട് കേൾക്കണം. അത് ഊറാമ്പല്ലിക്ക് പറയാം. മച്ചിലിരിക്കുന്ന 8 ഉണ്ടല്ലോ, അതങ്ങനെയാ. മുട്ടയിട്ട് ഏകദേശം വിരിയാറായ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിരിക്കും, വിരിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ മുഴുവൻ തള്ളനെ തിന്നിട്ട് പുറത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ തിന്നാൻ കൊടുക്കുന്ന പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അത് അതിന്റെ മക്കളും അതിൻ്റെതായി കാണിക്കണ്ടേ? അല്ല, തിന്നാൻ കൊടുക്കലല്ല കാര്യം. തിന്നാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോടത്ത് നിൽക്കാനും പഠിപ്പിക്കണം, ഇരിക്കേണ്ടോടത്ത് ഇരിക്കാൻ പഠിപ്പിക്കണം, അദബുകൾ പഠിപ്പിക്കണം. അതുകൊണ്ട് അതിനെന്ത് വേണം? മക്കൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വേണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 2 മാസം കഴിഞ്ഞ് നമ്മൾ നടക്കുക എങ്ങോട്ട്? എവിടെ? ചന്തള്ള വെച്ച് അങ്ങോട്ട്. എന്തിനാ? പോത്തിനെ തിരയാൻ, അർക്കാനേ. ഇബ്രാഹിം നബി നടന്ന് ചന്തയിൽ കൂടെ ഒക്കെ തെരഞ്ഞിട്ടാണല്ലോ ഇതിനെ കൊണ്ടുവന്നത്? ഇല്ല. എന്തേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അങ്ങനെ പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ടപ്പോഴത്തേക്കും മകനോട് ചെന്ന് പറയാൻ തോന്നിയത് എന്തുകൊണ്ടാണെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിന്റെ ഉള്ളിലായിരുന്നില്ല ഇസ്മായിൽ, പുറത്തായിരുന്നു.
അൻസിലിന്നാസ മനാസിലഹും, വെക്കണ്ടോടത്ത് വെക്കണം. ആവശ്യമില്ലാത്തടത്ത് മനസ്സിൽ കയറ്റിയാൽ പിന്നെ അത് മനസ്സിലെ നീറ്റലായി, നോവായി, ഹൃദയം പൊട്ടലായി, മരിക്കലായി തീരും. വേണ്ട, അത്രയധികം കയറ്റണ്ട. നിർത്തേണ്ടോടത്ത് നിർത്തുക. ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. വണ്ടിയിലൊക്കെ പുറത്തെഴുതി വെച്ചിട്ടുണ്ട്, ബസ്സിന്റെ പുറത്ത് കീപ്പ് ഡിസ്റ്റൻസ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. ആ ഡിസ്റ്റൻസ് എല്ലാ ഭാഗത്തും വേണം. എന്നിട്ട് മക്കളെ വരച്ച വരയിലൂടെ കോപ്പി റൈറ്റ്, അതാണ് കയ്യക്ഷരം എന്നാണ് നമ്മളൊക്കെ ശീലിച്ചിട്ടുള്ള 2 വരയുടെയും 4 വരയുടെയൊക്കെ കോപ്പി എഴുതി ശീലിച്ച. ഇന്നിപ്പോ കോപ്പിയില്ല, സൂപ്പിയില്ല. ആ കോപ്പി വര ഉണ്ടല്ലോ, അതാണ് 2 ലൈൻ. ഏതാ? ഒരറ്റം ഉമ്മ, മറ്റേ അറ്റോ ബാപ്പ. എന്തെങ്കിലും പ്രയാസമുണ്ടോ ഉമ്മാനോട് വന്ന് പറഞ്ഞു, ഉമ്മ എന്തെങ്കിലും നിവൃത്തി ചേരണോ ബാപ്പാനോട് പറഞ്ഞു. ആ ന്യൂട്രും ഫേസും കറക്റ്റ് ജോയിന്റ് ആയി, കത്തണ്ടേ കത്തി, കറങ്ങണ്ടേ കറങ്ങി, ചൂടാണ്ട് ചൂടായി, തണുക്കണ്ട് തണുത്തു. കുടുംബത്തിന് സുന്ദരം. ഇതാണ് വലിയ ശല്യമായിട്ടിരുന്നത്. ഈ ആയത്തിൽ എന്താ പറഞ്ഞറിയോ? നാളെ പരലോകത്തെത്തുന്ന സത്യവിശ്വാസിയായ ഒരാൾക്ക് അയാളുടെ ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ നാളെ സ്വർഗത്തിലുണ്ടാവും. ഒന്നുകൂടി ആലോചിക്കേ, നമ്മുടെ കൂടെ ഇന്നുള്ള ഭാര്യ സ്വർഗത്തിലുണ്ടാവുന്ന പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ നാളെ സ്വർഗത്തിലുണ്ടാവുന്ന പറയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? 1996 ഞാൻ ആദ്യമായിട്ട് ഖുർആൻ ക്ലാസ് എടുക്കുന്നത്. വളരെ ചെറുപ്രായത്തിലാണ്. അവിടെ ഉണ്ടായിരുന്ന ഇമാം എന്നെ കണ്ടോട് മൂപ്പര് പോയി അവിടുന്ന്. പിന്നെ ഖുർആൻ ക്ലാസ് എടുക്കണം. ഞാനാകെ വിട്ടുകാലൊക്കെ വിറച്ച് ബേജാറായി അമാരി മൗലയുടെ തഫ്സീറൊക്കെ തപ്പി ഇത് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഓതി എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞ് ശീലിച്ച് അവിടുന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. ഈ ആയത്തോതി ഓരോന്നിങ്ങനെ അർത്ഥമൊക്കെ ബോർഡ് മേലെ എഴുതി, കൈ വിറക്കുണ്ടായിരുന്നു. ചോക്കങ്ങനെ ആ കൂടി അന്ന് ആ വൈറ്റ് ചോക്കാണ്, ഒട്ടിപ്പിടിച്ച് കയ്യിലൊക്കെ കൂടി ഒന്നായിട്ട് പത്തിരീൻ്റെ മാവ് പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ബേജാറായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ച് എങ്ങനെയൊക്കെ പോരാൻ വേണ്ടി നിൽക്കുന്ന സമയത്തുണ്ട് ഈ ഇപ്പാനെ പോലത്തെ ഒരു ഉപ്പ ബാക്കിൽ ബെഞ്ചാണ്, അന്ന് മരത്തിൻ്റെ ബെഞ്ചാ, തോളിലൊരു തോർത്തുകൊണ്ടുണ്ട്. അല്ല കുട്ടിയെ ഒരു സംശയമുണ്ട്. പട്ടച്ചോനെ ക്ലാസ് കഴിഞ്ഞ് വിചാരിച്ച് സമാധാനിച്ച് പോകുന്ന സമയത്ത് അഞ്ഞപ്പോൾ സംശയം. എന്താ സംശയം? അല്ലേ അങ്ങനെയുള്ളു, അത്ര ഉള്ളു. ഞാൻ ഈ ആ ഓതിയ ആയത്തില്ലേ, ആ ആയത്തനുസരിച്ചിട്ട് നാളെ ഭാര്യയും മക്കളും ഒക്കെ കുടുംബ സമേതം സ്വർഗത്തിലുണ്ടാവുന്നതാണോ അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? ആശയം അങ്ങനെയാണോ? ആ മാനിമലയുടെ തഫ്സീർ ഒന്നുകൂടി ഞാൻ നോക്കി, അവിടെ തന്നെ ഉണ്ടായിരുന്നു സാധനം. അപ്പൊ അങ്ങനെയാണല്ലോ ഇപ്പൊ ഇതിൽ കാണുന്നത്. 1 മിനിറ്റ് കൂടി കഴിഞ്ഞു വീണ്ടും. അപ്പൊ ആരും പോയില്ല. ഈ സംശയം ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടേ, ഈ സംശയം ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ട്. അവർ തുറന്നു ചോദിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. 2ാമത് ചോദിച്ചു, 3ാമത് ചോദിച്ചു. ഞാൻ ആന്ന് പറഞ്ഞു. ഈ തോർത്തുകൊണ്ടുണ്ടല്ലോ ഈ സാധനം, അതൊന്ന് ഇങ്ങനെ കുടഞ്ഞിട്ട് തോളിലിട്ട് അല്ലാന്ന് പറഞ്ഞിട്ട് ഒറ്റ ഇരുത്താണ്ടിരുന്ന ബെഞ്ചുമേലും. എന്താ മനസ്സിലായത് നമുക്ക്? ഇവിടുന്നെങ്കിലും ഈ മുള്ളും കെട്ട് പോകുന്ന വിചാരിച്ചിരുന്നത്. നാളെ ഒന്നായിട്ട് പെട്ടി ഓട്ടോറിക്ഷയിലും വെച്ചിട്ട് അങ്ങോട്ടും കൊണ്ടുവരുമോ പടച്ചോനെ എൻ്റെ മുമ്പിൽ തടസ്സമായിട്ട് എന്ന് പേടിച്ചിട്ടേ, ഏത് ഭാര്യയെ കൊണ്ട് ചൊറിച്ചിലും ഭർത്താവിനെ കൊണ്ടുള്ള ചൊറിച്ചിലും മക്കളെ കൊണ്ടുള്ള ശല്യം ഒക്കെ ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയാണ് 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ ചായക്കടയിലും അവിടെയും വരെയൊക്കെ പോയിരിക്കുന്ന ആൾക്കാർ. അതൊന്നൊക്കെ രക്ഷ കിട്ടാൻ വേണ്ടി ഒരു എൽപ്പം ഈമാനിലപ്പം എന്ത് ചെയ്ത് ഖുർആൻ ക്ലാസ് കയറി. ഖുർആൻ ക്ലാസ് ചെന്ന് നോക്കുമ്പോൾ ഈ ചെക്കൻ വന്നിട്ട് പിന്നെയും വരെ പേടിപ്പിച്ചിട്ട് പിറ്റേ നാളെ അവിടെ ഉണ്ടാവും. പിന്നെ ഉണ്ടാവും ഓടി രക്ഷപ്പെടുക എന്നാണ് മൂപ്പരുടെ ബേജാറ്. ഇതുപോലെ നമുക്ക് ബേജാറുണ്ടാകാൻ പാടില്ല, മറിച്ച് സങ്കടം ഉണ്ടാവും. ഒരു ഭാര്യക്ക് ഭർത്താവ് ഇങ്ങനെ മരിച്ച് മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെച്ചിട്ട് മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ അവസാനമായി നിസ്കരിച്ചിങ്ങനെ പോകുന്ന ആ സഹോദരിയോട് പറയാൻ പറ്റണം നമുക്ക്, നിങ്ങൾ കരയേണ്ട കേട്ടോ, നാളെ പരലോകത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന ഭർത്താവിന്റെ മയ്യത്താണ് കൊണ്ടുപോകുന്നത്. ഭർത്താവിന് സമാശ്വസിക്കാൻ പറ്റണം, ഇന്നലെ വരെ എനിക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന എൻ്റെ ഭാര്യ നാളെ എന്നോടൊപ്പം സ്വർഗത്തിലുണ്ടാകും, ഞാനൊരു ടെൻഷനും അതിനുവേണ്ടി അനുഭവിക്കേണ്ടതില്ല എന്ന് സമാശ്വസിക്കേണ്ടുന്ന ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇതൊക്കെ ഉണ്ടാകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓതി കേൾപ്പിക്കുന്നത്. ആ മാധുര്യം അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണമെങ്കിൽ എന്ത് വേണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ആയത്തുകളാണ് ഞാൻ ആദ്യമായി നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിലെ 40ാമത്തെ സൂറത്ത് ഫുസ്സിലത്തിലെ 3 ആയത്തുകൾ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة إن الذين قالوا ربنا الله ഞങ്ങളുടെ റബ്ബ് അള്ളയാണ് എന്ന് പറയുന്ന ആളുകൾ പിന്നെ പ്രസംഗം വീട് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാന്നൊക്കെ പറയില്ല, ജാർത്തി പോകാന്ന് പറയില്ല. അവിടെ ഉറച്ചാണ് നിൽക്കും. പറച്ചിലൊന്നും
പറച്ചിലും പ്രവൃത്തിയും രണ്ടും രണ്ടാകുന്നവര് ഒന്നായിരിക്കും. അങ്ങനെ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, പിന്നെ അതിൽ ഇസ്തിഖാമത്തോടു കൂടി ഉറച്ചു നിൽക്കുകയും ചെയ്താൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്ക് അല്ലാഹുവിന്റെ മുഖറബുകളായ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് പറയും, അല്ലാ തഖാഫൂ, നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ, നിങ്ങൾ ചെല്ലാനുള്ള ഖബറിനെ പറ്റി പേടിക്കേണ്ടതില്ല, അവിടുത്തെ ചോദ്യത്തെ പറ്റി പേടിക്കേണ്ടതില്ല, അവിടെ ഉത്തരം നൽകുന്നതിനെ സംബന്ധിച്ച് പരിഭ്രമിക്കേണ്ടതില്ല, അതൊക്കെ ഇതാ ഇവിടെ വളരെ സുന്ദരമായി നിർവഹിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് അല്ലാ തഖാഫൂ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. ഭാര്യ ഇനി ആരാണ് നോക്കുക? മക്കള് ചെറിയ ചെറിയ മക്കളല്ലേ, അവരെ ആരാണ് നോക്കുക? ജീവിതത്തിൽ നിന്ന് ഒരു ചെറിയ ചാള ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിൽ നിന്ന് തറയും ചുമരും മാത്രമായി വെച്ചതല്ലേ, ഇനി അതിന്റെ ബാക്കി പണി ആരാണ് നിവർത്തിച്ച് എന്റെ ഭാര്യയ്ക്ക് ഒരു സുരക്ഷിതത്വം നൽകുക, എന്റെ മക്കൾക്ക് മഴ നനയാതെ കിടക്കാനുള്ള ഒരു കിടപ്പാനും ആരാണുണ്ടാക്കി തരിക എന്നുള്ള ബേജാറ് വേണ്ട, വ്യസനം വേണ്ട. ഉപ്പാനെ പറ്റി സങ്കടപ്പെടേണ്ടതില്ല, ഉമ്മാനെ പറ്റി സങ്കടപ്പെടേണ്ടതില്ല. ആ സങ്കടങ്ങളൊക്കെ ബാക്കി വെച്ചോ, അവരെയൊക്കെ കാത്തു സൂക്ഷിക്കാനും സംരക്ഷിക്കാനും ഒക്കെ ഭൂമിയിൽ പടച്ചതമ്പുരാൻ മറ്റു പല ആളുകളെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. وَأَبْشِرُوا بِالْجَنَّةِ الَّتِي كُنْتُمْ تُوعَدُونَ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തെ പറ്റി നിങ്ങൾ സന്തോഷ വാർത്ത ഇതാ, അത് നിങ്ങൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ട് ഇതാ നിങ്ങളുടെ റൂഹിനെ ഇങ്ങോട്ട് വിട്ടുതാ. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലകും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും വലകും ഫീഹാ മാ തദ്ഊൻ. നഹ്നു ഔലിയാഉകും, ഞങ്ങൾ നിങ്ങളുടെ സഹായികളാണ്. എവിടെ? ഫിദ്ദുന്യാ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും. ആരെയാണ് സഹോദരന്മാരെ സഹായികളായി കിട്ടുക? നേരത്തെ പറഞ്ഞ ഭാര്യ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ സെക്കൻഡിൽ മരിച്ചു, എന്റെ ശരീരം കൊണ്ടുപോയിട്ട് വീട്ടിലെ ഹാളിൽ വെച്ചു, ഈ ശരീരത്തിലെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചിട്ട് വെള്ളത്തുണി കൊണ്ട് മൂടി, മഗ്രിബ് കഴിഞ്ഞു, ഇശാഅ് കഴിഞ്ഞു, വന്ന ആളുകളൊക്കെ പലതും പറഞ്ഞതിന് ശേഷം പിരിഞ്ഞു പോയി. മയ്യത്തെപ്പോഴായിരിക്കുക? നാളെ 10 മണിക്ക്. എന്നാൽ പിന്നെ ഞങ്ങൾ ഇവിടെ കാത്തുകെട്ടി നിൽക്കേണ്ടതില്ലല്ലോ, ഞങ്ങളിങ്ങനെ ഓരോരുത്തരായിട്ട് പോവുക. മോന് ടിക്കറ്റ് കിട്ടി രാത്രി 10:30 മണിക്കാണ് എയർപോർട്ടിൽ ഇറങ്ങിയത്, വന്നപ്പോൾ 11:30 ഓനും ക്ഷീണിച്ച് കടന്നുറങ്ങി. മകളോ, അവൾക്കും ഉറക്കം വന്നു, അവളും ഭർത്താവും ആളുടെ റൂമിലേക്ക് പോയി. ഭാര്യയും കുറച്ചു നേരമൊക്കെ നോക്കിയിരുന്നു, അവളുടെ കണ്ണുകളും മെല്ലെ മെല്ലെ കൂമ്പിപ്പോയി. ഞാൻ മാത്രം ഇവിടെ ബാക്കിയുണ്ടാവും, ഞാൻ ഒറ്റക്കുണ്ടാവും. ആ ഒറ്റക്കുണ്ടാകുന്ന സമയത്ത് എനിക്കൊരാശ്വാസമാരാ, എനിക്കൊരു തണലെന്താ? അതാണ് പടച്ചോൻ പറഞ്ഞത്, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലകും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും വലകും ഫീഹാ മാ തദ്ഊൻ. ഇനി നിങ്ങളുടെ ബർസഖിയായ ജീവിതം, അത് കഴിഞ്ഞാൽ പരലോകത്തുള്ള ഹിസാബ്, അത് കഴിഞ്ഞ് സ്വർഗത്തിലേക്കുള്ളത്. നിങ്ങളുടെ മനസ്സെന്താണോ മന്ത്രിക്കുന്നത്, നിങ്ങളുടെ മനസ്സെന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്നത് മുഴുവൻ ഇതാ നിങ്ങൾക്ക് കിട്ടുകയാണ്. അതുപോലെ തന്നെ നിങ്ങളോട് വാഗ്ദാനം ചെയ്തതും നിങ്ങൾക്ക് കിട്ടുകയാണ്. നുസുലം മിൻ ഗഫൂരിർ റഹീം, അങ്ങേയറ്റം പൊറുക്കുകയും അതോടുകൂടി കരുണ കാണിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സൽക്കാരമാണത്. ആ സൽക്കാരത്തിന് വേണ്ടി അല്ലാഹ് പറഞ്ഞത്, സാരിഉ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബികും വജന്ന, പരിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ. വസാരിഉ, ഇനി അമാദിച്ച് നിൽക്കല്ലേ, 15 ദിവസം കൂടിയുള്ളൂ. ആ 15 ദിവസം 5 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഖിയാമുൽ ലൈൽ, അത് ഏകദേശം 2-3 ദിവസം കഴിയുമ്പോൾ ടെക്സ്റ്റൈൽസ് അവിടെ സാധനം വാങ്ങിക്കൊണ്ടല്, ഈദ്ഗാഹ്, അതിന്റെ പരിപാടി, ശവ്വാൽ 1 പരിപാടി കഴിഞ്ഞു, റമളാൻ തീർന്നു. എന്നിട്ട് എന്ത് മാറ്റമാണ് നമുക്കുണ്ടായത്? ഒരു 15 ദിവസം മുമ്പ് തൂക്കി നോക്കിയാൽ 76 കിലോ ഉണ്ടെങ്കിൽ ഇപ്പൊ തൂക്കി നോക്കിയാൽ 81 കിലോ ആയിട്ടുണ്ടാവും. ഒരു 15 ദിവസം കൂടി തൂക്കി നോക്കിയാൽ അതൊരു 3 കിലോ കൂടി കൂടിയിട്ടുണ്ടാവും. തടി കൂടി, ഉറക്കം പോയി,
അല്ലേ? ഇമാമിനെങ്ങനെ തുറച്ചു നോക്കും ആൾക്കാർ. ഒന്നാമത് സഫിൽ ലത്തീഫ് ഫാറൂഖി പിന്നെ അവരൊക്കെ ഉള്ളതുകൊണ്ട് കാണൂല. അങ്ങനെ ചങ്ങായി നിർത്തിക്കൂടെ, എനിക്ക് എന്തുട്ട് ഓത്തായി ഓതുന്നത്? ഇത്ര നേരമായി ഞങ്ങൾ വത്തക്കയൊക്കെ തിന്നിട്ട് വത്തക്കയൊക്കെ പോലത്തെ വയറുമായിട്ടാണ് വന്നിട്ടുള്ളത്. കോട്ടാവിയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടേ എന്തു നിസ്കാര അങ്ങനെ നിസ്കരിച്ച് ഒരു കാലുമ്പോ നിന്ന് മറ്റേ കാലുമ്പോ നിന്ന് തലമാന്തി ചൊറിഞ്ഞ് കൊട്ടാവിട്ടൊക്കെ പാടെ ചെയ്തു തീർക്കുന്ന ആർക്കോ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കുന്നു പടച്ചോൻ കൂലി തരൂല. വക്കമ്മിൻ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലാ സഹറ. എത്രയെത്ര നോമ്പുകാരാ നേരം വെളുത്ത് വൈകുന്നേരം വരെ ഇങ്ങനെ തുപ്പി തുപ്പി നടന്ന് ഒന്നും കിട്ടിയില്ല. പട്ടിണി ഉണ്ടായി, വയറൊക്കെ ഒന്ന് കുറിച്ച് ചുരുങ്ങി, ഒരല്പം ലെവലായിട്ടുണ്ട് എന്നല്ലാതെ വേറൊരു ലെവലും ഇല്ലാത്ത ആൾക്കാർ. അല്ലാഹു പറയും ഇതിന് തന്നതല്ല ഈ പരിശുദ്ധമായ റമദാൻ. പിന്നെന്തിനാ സാബിഖു, മറ്റൊരു ഭാഗത്ത് പറയാ ഇവിടെ സാരിഉ, നിങ്ങൾ വേഗത കാണിക്കണേ. എങ്ങോട്ട്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്ന, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ച മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഓടിയെടുക്കണേ. വജന്നത്തിൻ, സ്വർഗ്ഗത്തിലേക്കും. അതിന്റെ പ്രവിശാലത അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് ആകാശഭൂമികളെക്കാൾ പ്രവിശാലമാണ്. ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് നൽകിയ അള്ളാഹു ഈ ദുനിയാവിലെ ലേപനത്തിന്റെ പേരാണ് ഈമാന് എന്നുള്ളത്. അതിന്റെ രുചി അറിയണമെങ്കിൽ എപ്പോഴാ അറിയാ? ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ അറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേ മരിക്കുന്ന സമയത്ത് അറിയാൻ പറ്റുന്ന പറഞ്ഞത്. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണമുള്ള സമയം എപ്പോഴാ? മരിക്കുന്ന സമയത്താ. ശൈത്വാൻ അവന്റെ സംഹാര താണ്ഡവവും ഒരു വിശ്വാസിയിൽ ആടിയിട്ട് അവന്റെ ഈമാനിനെ പിഴപ്പിക്കുന്ന എപ്പോഴാ? മരിക്കുന്ന സമയത്താ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മിമ്പർ നമ്മൾ പതിവായി കേൾക്കുന്നില്ലേ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ ഈ രണ്ട് ചുണ്ടോട് ചേർന്ന് വെക്കരുത്. കണ്ണിന്റെ രണ്ട് പോളകളും അടയുമ്പോ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കലിമത്തു തൗഹീദ് പറഞ്ഞിട്ടാണോ അവസാന വാചകമായി തീർന്നുകൊണ്ട് ഒരാൾ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടി മരിച്ചു പോകുന്നത് എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ആ ഈമാന്റെ അനുഭൂതികൻ ആസ്വദിക്കുമ്പോഴാണ്. മരിച്ചിങ്ങനെ കിടക്കുന്ന ആൾക്കാരെ നമ്മൾ പല രൂപത്തിൽ കണ്ടിട്ടില്ലേ? ചില ആൾക്കാരെ പറ്റി പറയല്ലേ, ഉറങ്ങിക്കിടക്കാനേ തോന്നുള്ളൂ. ആ ചുണ്ടത്തുള്ള തിളക്കം പോലും നഷ്ടപ്പെട്ടിട്ടില്ല, മൂർധാവിലുള്ള തിളക്കം നഷ്ടപ്പെട്ടില്ല, മുഖത്തെ ഓജസ്സും തേജസ്സും കെട്ടുപോയിട്ടില്ല. എന്താ കാരണം എന്നറിയോ? ഈ അവസാന സമയത്ത് ആരുടെയും ആശ്രയം ഇല്ലാതെ അവനവന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിഞ്ഞാൽ അതാണ് മഹാഭാഗ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആ രൂപത്തിൽ ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകളായി തീരാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അതിന് വേണ്ടുന്ന ഒരു അവസ്ഥ പടച്ചതമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേഗതയിൽ ഓടിച്ചെല്ലണം. അപ്പോൾ ചിന്ത ഉണ്ടാവും, പടച്ചവനെ ഞാൻ ഈ 65 വയസ്സ് വരെ 75 വയസ്സ് വരെ 80 വയസ്സ് വരെ 40 വയസ്സ് വരെയൊക്കെ ജീവിച്ച ജീവിതം ഉണ്ടല്ലോ, ഇതൊക്കെ പടച്ചോന് മാത്രമേ അറിയുള്ളൂ, ഒരാൾക്കും അറിയില്ല. അല്ലാഹു പറയാ വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ്. മനുഷ്യ, നിന്നെ സൃഷ്ടിച്ചത് നാമാണ്. നിന്റെ ഇടതും വലതും നിന്റെ മനസ്സ് മന്ത്രിക്കുന്നതും മുഴുവൻ എഴുതി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു ഗ്രന്ഥമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ പേടിച്ച് പരിഭ്രമിച്ച് പടച്ചോനെ കണ്ടുമുട്ടുന്ന ആ സമയത്തെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ ആശങ്കയോടുകൂടി നിരാശപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ടാണ് അഷ്റഫുൽ ഖൽഖിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിൽ ആയത്ത് ഓതി കൊടുത്തിട്ട് പറഞ്ഞു, വഖൽ, റസൂലേ നിങ്ങൾ പറയ്, യാ ഇബാദിയല്ലദീന അസ്റഫു ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. ഒരു നിരാശയും വേണ്ട, നമുക്കുള്ളതാണ് സ്വർഗം, മുഅ്മിനുകളായ നമുക്കുള്ളതാണ് മഗ്ഫിറത്ത്.
നമുക്കുള്ളതാണ് ബർസഖിലെ സുഖവും അനുഭൂതികളും. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനോട് നിരാശ ബാധിക്കാതെ ഇരുന്ന് ഇരിപ്പില് അതിനു വേണ്ടി ഒരു 3 രൂപ ചെലവാക്കേണ്ട, 25 പൈസ ചെലവാക്കേണ്ട. സഹോദരന്മാരെ, ഇരുന്ന ഇരിപ്പിലാണ് ഇരുന്നിട്ട് നമുക്കാണ് തീരുമാനിക്കാം, ഇന്നു മുതൽ പടച്ചോനെ ഞാൻ അറിവുണ്ടായിരുന്ന കാലം മുതൽ ഇന്ന് വരെ ജീവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതം നയിക്കാം. എന്റെ വായിൽ നിന്ന് അനാവശ്യമായ സംസാരം ഉണ്ടാകുകയില്ല, അസഭ്യങ്ങൾ ഉണ്ടാകുകയില്ല, അസത്യം ഉണ്ടാകുകയില്ല, കളവുണ്ടാകുകയില്ല എന്ന് തീരുമാനിക്കാം. നന്മകൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആനുമായി നിരന്തരമായി ബന്ധപ്പെടാം. വന്നുപോയ അബദ്ധങ്ങൾ മുഴുവനും റബ്ബേ നിന്നോട് ആത്മാർത്ഥമായി താഴ് വീണ് കേണ് യാചിച്ചു പൊരുത്തപ്പെട്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചതിൽ നിന്ന് തൗബ ചെയ്ത് നീ എന്റെ തൗബ സ്വീകരിച്ചാൽ തുടർന്നുള്ള ജീവിതത്തിൽ ഞാനൊരു നല്ല മനുഷ്യനായി തീരാമെന്ന് അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങൾ എന്റെ അടിമകളായി തെറ്റുകുറ്റങ്ങളിൽ ആപതിച്ചു കഴിഞ്ഞിട്ടുള്ള എന്റെ അടിമകളോടൊന്ന് ചെന്ന് പറയേ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പൊറുക്കും. ശിർക്ക് മഹാപാപം. പക്ഷെ ഒരാൾക്ക് അറിയില്ല അത് ശിർക്കാണെന്നറിയില്ല. അല്ലെങ്കിൽ നാട്ടിൽ ജീവിക്കുന്ന മഹലിലും ചുറ്റുപാടിലൊക്കെ അതാണ് നല്ലത്, അങ്ങനെ ചെയ്താലാണ് സ്വർഗത്തിൽ പോവുക എന്ന് വിചാരിച്ചിട്ടാണ് നാളെ മുതൽ തുടങ്ങുകയാണ് പത്തിരിയുടെ മാവ് കുഴക്കാൻ. എന്തിനാ? 313 തേക്കാൻ. നല്ല ഇറച്ചി കൊണ്ടുവരാൻ, കറി വെക്കാൻ, എന്നിട്ട് പള്ളിയിലേക്ക് കൊടുത്തയക്കുക. അങ്ങനെ കൊടുത്തയച്ചാൽ ഈ 313 പത്തിരി കൊണ്ട് ബർക്കത്ത് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ചെയ്തിരുന്ന ആൾക്കാരാ. ബദർമാല ചൊല്ലിയിരുന്ന ആൾക്കാരാ, നഫീസത്ത് മാല ചൊല്ലിയിരുന്ന ആൾക്കാരാ, മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട് കഴിച്ചിരുന്ന, റിഫായി ഷെയ്ഖിന്റെ ആണ്ട് കഴിച്ചിരുന്ന ആളുകളാ, സബീനയും മാലയും മൗലൂദൊക്കെ ഓതിരുന്നവരാ, ഖുർആൻ മാത്രം മരിച്ചോടത്തേക്ക് മാറ്റി വെച്ചിരുന്ന ആൾക്കാരാ, എല്ലാ ജാർത്തിലും പോയിരുന്ന ആൾക്കാരാ, പുതിയ വണ്ടി വാങ്ങിയപ്പോൾ അതിൽ പച്ച റിബൺ കെട്ടിവെച്ചിരുന്ന ആൾക്കാരാ, കുട്ടിക്കെന്തോ അസ്വാസ്ഥ്യം ഉണ്ടായപ്പോൾ എവിടെയോ പോയിട്ട് ചരട് കെട്ടിയ ആൾക്കാരാ, അരയിൽ ലേലസ് കെട്ടിയ ആൾക്കാരാണ്. ഇതൊക്കെ ശരിയല്ല എന്ന് തോന്നിയപ്പോൾ പൊട്ടിച്ചെറിഞ്ഞ ആളുകളാ, വലിച്ചെറിഞ്ഞ ആളുകളാ, ആ വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ച ആളുകളാണ്, ശിർക്ക് ചെയ്തു പോയ ആളുകളാണ്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു പോയ ആളുകളാണ്, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്ത ആളുകളാണ്, അള്ളാഹു അല്ലാത്തവരോട് കുട്ടിയെ കിട്ടാൻ വേണ്ടി തേടിയ ആളുകളാണ്, മറ്റു പലതും 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 പടച്ചോന് നിരക്കാത്തത് മുഴുവൻ ചെയ്തു പോയ ആളുകളാണ്. അതെല്ലാം തെറ്റാണ്, കുറ്റമാണ് എന്ന് ഒരു ഖുത്ബയിൽ നിന്ന് മനസ്സിലായപ്പോ, ഒരു പ്രസംഗത്തിൽ നിന്ന് മനസ്സിലായപ്പോ, ഒരു ക്ലാസ്സിൽ നിന്ന് മനസ്സിലായപ്പോ, കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകുന്ന വെള്ളത്തിന്റെ തുള്ളിനീരുകൾ പടച്ചോൻ ഒരിക്കലും അവഗണിക്കുകയില്ല എന്നാണ് ഈ ഖുർആന്റെ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു കണ്ണുനീർ തുള്ളിയെ പടച്ചതമ്പുരാൻ വലിയ വില കൽപ്പിച്ചുകൊണ്ട് നാളെ പരലോകത്ത് പോലും അയാളെ വളരെ കൃത്യമായ രൂപത്തിൽ അഭിമാനത്തിന്റെ അർശെന്ന തണലിൽ നിർത്തിക്കൊണ്ട് ആദരിക്കുമെന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തരാം. ഇനി ഒരിക്കലും തിരിച്ചു സഞ്ചരിക്കരുത്. ആ തെറ്റുകുറ്റങ്ങളിൽ ഖേദമുണ്ടാകണം. അതിനോട് ആത്മാർത്ഥമായി ഖേദിച്ചുകൊണ്ട് റബ്ബിനോട് തൗബ ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആത്മാർത്ഥമായി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നീ മഹാദ്രോഹിയാണ്, പാപിയാണ് എന്ന് പറയില്ല എന്ന് പറയുന്ന ഹദീസ് കാണാൻ പറ്റും. മാത്രവുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റുകുറ്റങ്ങളിലൂടെ സഞ്ചരിച്ച ഒരാൾ തിരിച്ചു വരുമ്പോൾ അവിടെ നടക്കുന്ന ഒരു മഹാത്ഭുതത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എല്ലാ ആശ്രയവും സമ്പാദ്യം, വെള്ളം, ഭക്ഷണം, മറ്റു തര കാര്യങ്ങളൊക്കെ ഒട്ടകത്തിൽ വെച്ച് കെട്ടിയതിനു ശേഷം യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ കുറെ ദൂരം കഴിഞ്ഞപ്പോ ക്ഷീണിച്ച് ഒന്ന് ഉറങ്ങാൻ വേണ്ടി കിടന്നു. ഒട്ടകത്തെ അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഒട്ടകം കുറച്ച് കഴിഞ്ഞപ്പോൾ കയറഴിഞ്ഞു പോയി. ക്ഷീണമൊക്കെ മാറി മനുഷ്യൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എല്ലാ ആശ്രയവുമായിരുന്ന ഒട്ടകം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ തളർന്ന് വീണ്ടും കിടന്നുറങ്ങി. എണീറ്റപ്പണ്ട് ഒരു പ്രയാസവും ഇല്ലാത്ത രൂപത്തിൽ മുമ്പിൽ തന്നെ ഒട്ടകം നിൽക്കുന്നു. സന്തോഷത്തിന്റെ ആധിക്യത്താൽ ഓടി വന്നിട്ട് ഈ ഒട്ടകത്തിന്റെ കഴുത്തിൽ കൂടി കയറിട്ട് പിടിച്ച് കൈയിട്ടിങ്ങനെ ആക്കിയിട്ട് മുത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുവേ, നീ എൻ്റെ അടിമയും ഞാൻ നിന്റെ ഉടമയുമാണ്. സന്തോഷത്തിന്റെ ആധിക്യത്താൽ പറയേണ്ടത് മാറി പറഞ്ഞു. ഒരു അബദ്ധ സഞ്ചാരം നടത്തിയ ഒരാൾ, ഉദാഹരണമായി പറയാ, നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ നമ്മൾ പറഞ്ഞ റൂട്ടിൽ കൂടെ എല്ലാം വിചാരിച്ചോ, അങ്ങനെ സഞ്ചരിച്ചു വന്നു, വീട്ടിലെത്തി തെറ്റും കുറ്റമൊക്കെ മനസ്സിലാക്കി വെച്ചാൽ എന്താ പറയാ, ഇനി പടിന് കയറരുതെന്നാ പറയാ. മനുഷ്യൻ അങ്ങനെയാ. ഭാര്യ എടുത്ത് തെറ്റുപറ്റിയാലോ പിന്നെ വെച്ചേക്കില്ല, അപ്പനെ വെച്ചേക്കില്ലെന്നാ പറയാ. പിന്നല്ല തൊലാക്ക് പോസ്റ്റൽ വഴി വിട്ടു. ഭർത്താവിൻ്റെ അടുത്ത് അവിഹിതമുണ്ടെന്ന് കേട്ടാൽ വിശ്വസിക്കൊന്നും വേണ്ട, ശരിയാവണമെന്നില്ല, കേട്ടാ മതി. എന്തായി അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? ഷോപ്പിൽ നിൽക്കുന്ന ഒരാൾ, ചായക്കടയിൽ നിൽക്കുന്ന ഒരാൾ നേരം പോലത്തെ ഒരു ഗ്ലാസ് പൊട്ടിച്ചു, വൈകുന്നേരം അയാളെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണ് പൊട്ടി, രാത്രി ആയപ്പോഴും ഒരു ഗ്ലാസ് വീണ് പൊട്ടി. ഇനി എന്താ ചെയ്യാം? സാരില്ല സലകരണ. നമ്മളെന്താ ചെയ്യാ?
ഇന്നത്തെ കൂലി കൊടുക്കും. ആ കൂലി കൊടുക്കുമ്പോൾ 3 ഗ്ലാസിന്റെ പൈസ എന്ന് കുറച്ചിട്ട് നാളെ മുതൽ വരണ്ടാന്ന് പറയും. നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല, നമുക്ക് പൊറുക്കാൻ കഴിയില്ല. എന്നിട്ടും നമ്മൾ ഇരുന്നിട്ട് പള്ളിയിൽ ഇരുന്നിട്ട് പരിശുദ്ധമായ റമദാനിൽ പടച്ചോനോട് തേടുക, അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ, പടച്ചോനെ എനിക്ക് കരുണ ചെയ്യണേ, നീ വലിയ കരുണാനിധിയാ. ഞാനോ എൻ്റെ ഭാര്യയോട് ക്ഷമിക്കൂല, ഭർത്താവിനോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറല്ല, എൻ്റെ മക്കളോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറല്ല, അയൽവാസികളോട് ക്ഷമിക്കാൻ തയ്യാറില്ല, എനിക്ക് നീ ക്ഷമിച്ചു പുറത്തു വരും വേണം. ഇതെങ്ങനെ നടക്കുക? അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയുന്ന മനസ്സിന്റെ ഉടമകളല്ല മനുഷ്യന്മാര്. എന്നാൽ പോലും ചില കാര്യങ്ങളൊക്കെ പരലോകത്ത് ഓർത്തിട്ട് എന്ത് ചെയ്യും? മറക്കും, പൊറുക്കും. ചിലതൊന്നും മറക്കാനും കഴിയില്ല. പക്ഷെ പരലോകത്തിന്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് എന്ത് ചെയ്യും? അത് പുറത്തു കൊടുക്കും, മറക്കാൻ കഴിയില്ല. റബ്ബ് അങ്ങനെയല്ല, പക വീട്ടൂല, കടം വീട്ടൂല. ഈ പറഞ്ഞതുപോലെയുള്ള ഒരു സന്തോഷം അള്ളാഹുവിന് അബദ്ധ സഞ്ചാരം നടത്തിയ ഒരുത്തൻ തിരിച്ചു കിട്ടുമ്പോണ്ടാവും അവനോട് ചേർത്തിപ്പിടിക്കുന്ന പറഞ്ഞത്. അവനോട് ഏറ്റവും ആദരവായിരിക്കുന്നതാണ് ബർസീസ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഖുർആനും ഹദീസൊക്കെ പഠിച്ചു മനസ്സിലാക്കി നോക്കുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആരെന്നറിയോ? തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്ത ആൾക്കാരെ അത്ര. അപ്പൊ അയാളും തീരുമാനിച്ചത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യണം. അവസാനം എന്ത് ചെയ്തു? ഇങ്ങനെ നടന്നുപോയി ഒരാളെ കൊല്ലുകയോ വ്യഭിചരിക്കുകയോ അല്ലെങ്കിൽ മദ്യപിക്കുകയോ ഒക്കെ ചെയ്താലാണ് തെറ്റ്. അതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്തു ഒരാളെ കൊല്ലാം എന്ന് തീരുമാനിച്ചപ്പോൾ ബർസീസ് അങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ, ഒരാളെ കൊന്ന ഒരു മഹാപാതകല്ലേ, അതൊരിക്കലും വേണ്ട, കൊല്ലുന്നില്ല. ശരി, വ്യഭിചരിക്കാം, അതും ഒരു മഹാ അബദ്ധമാണ്, അപരാധമാണ്, വേണ്ട, അങ്ങോട്ടും പോകുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഒരു ലേശം കള്ള് കുടിക്കാം, അതാർക്കും ദോഷമില്ലാത്തൊരു പരിപാടിയല്ലേ. ഇന്ന് ആധുനിക ലോകം മനസ്സിലാക്കുന്ന ഒരു വലിയ അബദ്ധം കൂടിയാണത്. ഒരു നേരത്തെ ഒരു ഡോസ് അടിച്ചാൽ MDM അടിച്ചിട്ട് പറയാ തൃശ്ശൂർ പോയിട്ട് 4 മിനിറ്റ് കൊണ്ട് വരണം എന്ന് പറഞ്ഞാൽ ഒരു ബൈക്കും കൊടുത്താൽ ഏത് മെട്രിക് ടൺ ഭാരമുള്ള വണ്ടി മുമ്പ് കടന്നാലും ശരി, അവൻ പോയിരിക്കും. വണ്ടി 16 പീസും ആവും 36 പീസായാലും വേണ്ടില്ല, അവന്റെ ലക്ഷ്യം തൃശ്ശൂരിൽ എത്തുക എന്നുള്ളതാ, തിരിച്ചുകൊണ്ട് വരിക എന്നുള്ളതോ. വരുമോ? ഇല്ല. അപകടങ്ങളെ പറ്റിയോ വേദനയെ പറ്റിയോ ചിന്തയില്ലാത്തൊരു ലോകം മറന്നു പറയാൻ കാരണം എന്താ? ലഹരിയുടെ ചെറിയ ഉപയോഗം. ബർസീസ അവസാനം തീരുമാനിച്ചു ഒരല്പം കള്ളു കുടിക്കാൻ. ഇന്നത്തെ പോലെ ബീവറേജോ മറ്റു സംവിധാനങ്ങളൊന്നുമില്ല. ഒരു കള്ള് ഷാപ്പിൽ പോയി, അവിടെ കള്ള് വെച്ചു കൊടുക്കുന്നൊരു പെണ്ണ. ഈ കള്ള് കുടിച്ചതിങ്ങനെ മസ്തായി തലക്ക് പിടിച്ചപ്പോൾ മുമ്പിലേക്കുന്ന സുന്ദരിയായ പെണ്ണ്, അവളുമായി അവിഹിതമായ ബന്ധം. അതിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഇങ്ങനെ കയറി വരിക. ഭർത്താവ് കണ്ട പ്രശ്നമല്ലേ, അയാളെയും തീർത്തു. എന്തായി? എല്ലാ തെറ്റും ഒരുപോലെ ചെയ്തു. ഇങ്ങനെ തെറ്റുകൾ ചെയ്യുക എന്നുള്ള അവസ്ഥയിലേക്ക് പോകാൻ എന്തെല്ലാം പഴുതുകളുണ്ടോ ആ പഴുതുകൾ മുഴുവൻ അടയ്ക്കണമെന്നാണ് അള്ളാഹ് പറഞ്ഞത്. പിന്നീട് ഓട്ടോമാറ്റിക് എന്തായി? പടച്ചോൻ പറഞ്ഞ കൽപ്പനകൾ ഓരോന്നോരോന്നായി ശീലിച്ച് ആ മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് ആക്കി തീർക്കാൻ പറ്റും. അതിനെന്ത് വേണം? റബ്ബെന്ന ബോധം മനസ്സിലുണ്ടാകണം. അതാ പറഞ്ഞത്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, എൻ്റെ റബ്ബ് അള്ളയാണ് എന്ന് പറയുന്ന ഒരാൾക്ക് അതൊരുക്ക് കാണുന്നും വേണ്ട, മനസ്സിലുണ്ടായാൽ മതി. എല്ലാവിധ ഗേറ്റ് അടച്ചു, ഫ്രണ്ട് ഡോർ അടച്ചു, റൂമിന്റെ വാതിലിന്റെ ഓടാമ്പലിട്ടു, എല്ലാം കഴിഞ്ഞ് AC 19 ആക്കി. എന്നിട്ട് അതിനുശേഷം ബ്ലാങ്കറ്റ് ഇങ്ങനെ വലിച്ച് നെഞ്ചത്തേക്ക് ഇട്ടിട്ട് മൊബൈൽ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് പെട്ടെന്നൊരു ചിന്ത. ഇന്ന് കേട്ട ഖുതുബയിൽ പറഞ്ഞ അള്ളാനെ പേടിക്കണം എന്നല്ലേ, പെട്ടെന്ന് ഓഫായി. ഈ ചിന്തയാണ് മനുഷ്യനെ നന്നാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ ഞാൻ ഇപ്പം നേരത്തെ ഓതിയ ഖാഫിന്റെ തൊട്ടുതാഴത്തുള്ള ദാരിയാത്തിലെ 15 മുതൽ 18 വരെയുള്ള ആയത്തുകൾ കൂടി ഓതി അവസാനിപ്പിക്കാം. അല്ലാഹ് പറയാ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ഇന്നൽ മുത്തഖീന, മുത്തഖീങ്ങളായ ആളുകൾ, അവർക്ക് എന്താണത്? സ്വർഗങ്ങൾ ഉണ്ടാകും. എത്ര സ്വർഗം ഉണ്ടാവുക? ഓട്ടുപാറയിൽ 4 സെന്റ് സ്ഥലവും വീടും. അത് ചെറുതാണ്, ഒരു 2000 സ്ക്വയർ ഫീറ്റിൻ്റെത്. മുകളിലുണ്ട്, അതുപോലെ തന്നെ താഴെയുണ്ട്. എല്ലാ റൂമിലും AC ഉണ്ട്, വീട്ടിൽ പരിചാരകന്മാരുണ്ട്, വെക്കാനും തിന്നാനും, മുമ്പിൽ പോർച്ചിൽ വണ്ടിയുണ്ട്. ഇങ്ങനത്തെ ഒരു വീട്. കുറച്ചപ്പുറത്ത് ആറ്റൂരും അതുപോലെ തരാം, അല്ലെങ്കിൽ ഇപ്പുറത്ത് പാർലിക്കടവിലും തരാം എന്ന് പറഞ്ഞാൽ എന്തിനാ പറച്ചോനെ? അത് ചതുരം മാറാലൊക്കെ പാടെ അരിച്ച് അവിടുത്തെ ചെടികളൊക്കെ പാടുന്ന അനക്കാൻ എൻ്റെ ഊരക്ക് വയ്യ, ആകെ പ്രയാസ, അതുകൊണ്ട് വേണ്ടാന്നല്ലേ നമ്മൾ വെക്കുക. എന്നാൽ അള്ളാഹ് പറയാ സ്വർഗത്തിൽ ഭവനങ്ങൾ തരാം. എത്ര നമ്മൾ ഓതിയിട്ടുണ്ടാവില്ല പരിശുദ്ധ ഖുർആൻ 55-ാമത്തെ സൂറത്ത്. അവിടേക്ക് എത്തിയോ? ഖത്തം തീർന്നോ? 15 ആകുമ്പോഴത്തേക്ക് ഒരു ഖത്തെങ്കിലൊക്കെ തീരേണ്ടതാ. 55-ാമത്തെ സൂറത്തിൽ എത്തുമ്പോൾ കാണാൻ പറ്റില്ല 30-ലധികം പ്രാവശ്യം പടച്ചോൻ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്.
ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങൾക്ക് റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ ജിന്നിന്റെയും ഇൻസിന്റെയും വിഭാഗങ്ങളെ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുക, വ്യാജമാക്കുക? അതിലെ 46-ാമത്തെ ആയത്തിലെത്തും അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. നാളെ റബ്ബിന്റെ മുൻപിൽ പോയി നിൽക്കണം. ഇന്ന് ഭർത്താവ് കൂടെയുണ്ട്, ഭാര്യ കൂടെയുണ്ട്, മക്കളുണ്ട്. ഒന്നുമില്ലെങ്കിലും ഒരു കേസ് ഉണ്ടായി തീർന്നാൽ 1000-ഓ 1500-ഓ കൊടുത്താൽ ഒരു വക്കീലനിക്ക് കോടതിയിലേക്ക് സഹായിയായിട്ട് വരും. നാളെ റബ്ബിന്റെ മുൻപിൽ ഒരു ഈച്ചയുടെ ചിറക് പോലും എനിക്ക് സഹായിയായിട്ടുണ്ടാവുകയില്ല. എന്റെ 13 വയസ്സ് മുതൽ അല്ലെങ്കിൽ 18 വയസ്സ് മുതൽ ഞാൻ ഈ മരിക്കുന്ന 47-ാമത്തെ വയസ്സ് വരെയുള്ള ജീവിതം അള്ളാഹു ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി തീർത്താൽ എന്റെ കാര്യം എടുക്കാറുണ്ടാകുകയില്ല എന്ന് ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച ആളുകളുണ്ടെങ്കിൽ അവന് പടച്ചോൻ പറയുന്നു 2 സ്വർഗം കൊടുക്കാം. എന്തേ വേണ്ടുള്ളൂ? പടച്ചോനെ ഭയപ്പെട്ട് ജീവിക്കുക, അള്ളാഹനെ ഖൗഫോട് കൂടി ജീവിക്കുക, എങ്കിൽ അയാൾക്ക് 2 സ്വർഗം കൊടുക്കാം. എന്നിട്ട് ആ സ്വർഗത്തിൽ എന്തൊക്കെ കൊടുക്കുമെന്നിങ്ങനെ വിശദീകരിച്ച് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം 62-ാമത്തെ ആയത്തിലെത്തുമ്പോൾ വീണ്ടും അല്ലാഹു പറയാ വമിൻ ദൂനിഹിമാ ജന്നതാൻ. ആ 2 സ്വർഗങ്ങൾ കൂടാതെ വേറെ 2 സ്വർഗങ്ങൾ കൂടി തരാം, അത് കൊടുക്കും ഞാനെന്ന് അല്ലാഹു പറയുകയാണ്. 4 സ്വർഗങ്ങളെ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെയുള്ള സ്വർഗങ്ങൾ ഉണ്ടാകുമെന്നാണ് ദാരിയാത്തിലെ 15-ാമത്തെ ആയത്തിൽ എന്ന് പറയുന്നത്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. അവർ ഈ ഇഹലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ മുഹ്സിനുകളായിരുന്നു. ഒരു സ്വഹാബിക്ക് ഈ മുഹ്സിൻ എന്താന്ന് മനസ്സിലായില്ല. അപ്പൊ അദ്ദേഹം വന്നിട്ട് റസൂലിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഈ മുഹ്സിൻ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നീ അള്ളാഹുവിനെ കാണുന്നുണ്ടോ? ഇല്ല. അള്ളാഹ് നിന്നെ കാണുന്നില്ലേ? ഉണ്ട്. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി ഏതൊരു കർമ്മം ചെയ്താലും അത് ഇഹ്സാനുള്ളതായി തീരും. നേരത്തെ പറഞ്ഞില്ലേ, ബ്ലാങ്കറ്റിന് ചോട്ട് ഇങ്ങനെ കടന്നിട്ട് മൊബൈൽ ഫോണിൽ ഉസ്താദിന്റെ വയലിങ്ങനെ കേൾക്കുമ്പോഴാണ് അതിന്റെ അർത്ഥം വേറൊരു വീഡിയോ ഇങ്ങനെ വന്നു നിൽക്കുന്നുണ്ടാവുക. ആ സമയത്താണ് നമ്മൾ മരിക്കുന്നത് വിചാരിച്ചോ, അതൊരു അശ്ലീലത്തിന്റെ വീഡിയോ ആണ് നെക്സ്റ്റ് പ്ലേയിൽ വന്നു നിൽക്കുന്നത് വിചാരിച്ചോ. ഒരാൾ വന്നിട്ട് നമ്മുടെ ശരീരത്തിന് ബ്ലാങ്കറ്റ് അങ്ങനെ മാറ്റി ആ മയ്യത്തങ്ങനെ മാറ്റി കിടത്തുമ്പോൾ ഫോൺ ഇങ്ങനെ വീഴുന്ന സമയത്ത് നമ്മുടെ ഫോണുകൾ എടുത്തു നോക്കുമ്പോൾ എന്തായിരിക്കും കോലം? ഇതാണ് മരിക്കുന്ന സമയത്ത് നിങ്ങൾ മുവഹിദുകളായി അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി മുസ്ലിമായി മരിക്കണേ എന്ന് പറയുന്ന ഒരു തത്വമത. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും രഹസ്യവും പരസ്യവുമായത് സൂക്ഷിക്കാൻ കഴിയണമെങ്കിൽ പടച്ചോനെ പേടിയുള്ള കൃത്യമായൊരു ചിന്ത ഉണ്ടാവണം. അങ്ങനെ വന്നാൽ എല്ലാ കർമ്മങ്ങളും ഇഹ്സാനായിത്തീരും. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അവർ രാത്രിയിൽ നിന്ന് വളരെ കുറച്ച് മാത്രമായിരുന്നു ഉറങ്ങിയിരുന്നത്. റമളാനിൽ മാത്രമല്ല കേട്ടോ, ഈ റമളാനാണ് കഴിഞ്ഞാൽ ഈ നിസ്കാരം നമ്മുടെ ശവ്വാലിൽ ഉണ്ടാകണം, ദുൽഖഅദിലും ദുൽഹജ്ജിലും ഉണ്ടാകണം, അടുത്ത അങ്ങോട്ട് റബീഉൽ അവ്വൽ ഉണ്ടാകണം, അടുത്ത റമളാൻ വരെ ഉണ്ടാകണം. നമുക്ക് കഴിയുന്നത്ര മതി. 3 ആണോ 5 ആണോ 7 ആണോ നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ നിസ്കരിച്ച് രാത്രി നിസ്കരിക്കുന്ന എന്തിനാ? ഒരു എക്സർസൈസിനല്ല. പാപങ്ങൾ വന്നത് മുഴുവൻ റബ്ബിന്റെ മുൻപിൽ ആവലാതിപ്പെടാനാ. റബ്ബേ, ഇന്ന് ഞാൻ സംസാരിച്ചപ്പോ ഒരാളോടുള്ള സംസാരത്തിൽ ഒരൽപ്പം ഷാർപ്പായി സംസാരിച്ചു, അയാളോട് പോയിട്ട് പൊരുത്തപ്പെടിയിച്ചിട്ടുണ്ട്. റബ്ബേ, നീയും എനിക്ക് പുറത്തു തരണം. ഹക്കിടപാടിൽ ഒരാളോട് ഒരൽപ്പം അനീതിയോടുകൂടി പെരുമാറിയിട്ടുണ്ട്, അത് തെറ്റാണെന്ന് കണ്ടപ്പോ ഞാനത് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിന്റെ അക്കൗണ്ടിൽ ഉണ്ടാകുമല്ലോ റബ്ബേ, ആ മനുഷ്യന്റെ ഹക്കിടപാട് തീർത്തിട്ടുണ്ട്, നീ എനിക്ക് പൊരുത്തപ്പെട്ടതാ. ഭാര്യയോട് സംസാരിച്ചപ്പോൾ എന്റെ ശബ്ദം ഒരൽപ്പം ഉയർന്നു പോയിട്ടുണ്ട്, ഭർത്താവിനോട് സംസാരിച്ചപ്പോൾ എന്റെ ശബ്ദത്തിനൊരൽപ്പം ഉയർച്ചയുണ്ടായിട്ടുണ്ട്. മക്കളോട് ഞാൻ പറയാൻ പാടില്ലാത്തത് പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കളോട് ഞാൻ പറയാൻ പാടില്ലാത്തത് പറഞ്ഞിട്ടുണ്ട്, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, ആ മാതാപിതാക്കളുടെ കാല് പിടിച്ച് ഞാൻ അവരോട് പൊരുത്തപ്പെടിയിച്ചിട്ടുണ്ട് റബ്ബേ. പക്ഷേ നിന്റെ അക്കൗണ്ടിൽ അതുണ്ടാകുമല്ലോ, അതുകൊണ്ട് എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ, എന്നോട് പൊറുക്കണേ, എന്റെ പാപം എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണേ എന്ന് പാതിരാത്രിയിൽ അല്ലാഹുവിനോട് പൊട്ടിക്കരയുന്ന ആളുകളാ. അവർക്കുള്ളതാണ് സ്വർഗം, അവർക്കുള്ളതാണ് സ്വർഗം. അങ്ങനെ പടച്ച തമ്പുരാനെ ഭയപ്പെട്ട്
കീഴ്പ്പെട്ടുകൊണ്ട് മരിക്കുന്ന സ്വർഗത്തിന്റെ അവകാശികളായി തീരുന്ന ആളുകളെ പറ്റിയാണ് പറഞ്ഞത്. ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ വരും, ആശ്വസിപ്പിക്കും, സമാധാനമുണ്ടാകും. അങ്ങനെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിതം അവസാനിപ്പിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ പരസഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെയും നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും ബേജാറും വെപ്രാളവും വേദനയും മാറ്റിവെച്ച് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമില ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. പരിശുദ്ധമായ റമദാനിൽ നാം നിർവഹിച്ച എല്ലാ ഇബാദത്തുകളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതിൽ വന്നുപോയ എല്ലാ പാകപ്പിഴവുകളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് പരിഹരിച്ച് ഇരു ലോകത്തും അതിന്റെ ഖൈറും ബറക്കത്തും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. അവശേഷിക്കുന്നതിന്റെ രാവും പകലും ഹയാത്താക്കാൻ ആഫിയത്തും ദീർഘായുസ്സും ആയുസ്സും നൽകി അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.